ഈ യോഗത്തിൻ്റെ കാര്യം എന്നെ വിളിച്ചറിയിച്ചത് ഇപ്പോൾ UK-യിലുള്ള സഹോദരൻ സുധീറാണ്. അദ്ദേഹം മണർകാടുകാരനാണ്. ഞങ്ങൾ വളരെ സതീർത്ഥ്യരാണ്. അതിനുശേഷം സഹോദരൻ ബിനു ഈ യോഗ വിവരം എന്നോട് അറിയിച്ചു. കടന്നു വരാനുള്ള സന്തോഷം ഞാൻ അദ്ദേഹത്തോടൊക്കെ പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനും ബിനുവും ഞാൻ ഈ പറഞ്ഞ സുധീറും ഞങ്ങളെല്ലാവരും കോട്ടയത്ത് മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ്. അടുത്തടുത്ത് താമസിക്കുന്നവരാണെങ്കിലും എൻ്റെ ഓർമ്മ തെറ്റുകയില്ലെങ്കിൽ ഇവരെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നിവിടെ വന്ന് കാണുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഹോപ്പ് ഗിവേഴ്സ് മിഷൻ്റെ പ്രവർത്തന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഭംഗിയായി വിവരിച്ച ആ ദൈവദാസൻ ഇവിടെ അറിയിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കൽ ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ ഈ മിഷനിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എടുത്തതായിട്ട് പ്രാർത്ഥനാ സഹകാരികൾക്കായി. അത് ആ കോവിഡിൻ്റെ വലിയ സമയത്തായിരുന്നു. ഇന്ന് രാത്രിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് സുവിശേഷ സംബന്ധിയായ ചില വസ്തുതകൾ ഓർമ്മിപ്പിക്കുവാനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ വരുന്ന ദിവസങ്ങളിലും സുവിശേഷത്തിൽ അടിസ്ഥാനപ്പെട്ട് ഇവിടെ കേട്ടതുപോലെ അശരണരും ആശയറ്റവരുമായ അനേകർക്ക് ആശ്വാസമുതകുന്ന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ചെറുതല്ല. എന്നും നമ്മുടെ സ്മരണയിൽ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു നല്ല പ്രവർത്തനമാണ്. പിന്നണി പ്രവർത്തകരുമുണ്ട്, മുന്നണി പ്രവർത്തകരുമുണ്ട്. പിന്നണി പ്രവർത്തകർക്ക് വിവിധ നിലകളിൽ മുന്നണി പ്രവർത്തകരെ സഹായിക്കാൻ പറ്റും. ഒരിക്കൽ ദാവീദ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. പടയ്ക്ക് പുറപ്പെടുന്നവനും സാമാനങ്ങൾക്കരികെ ഇരിക്കുന്നവർക്കും ഓഹരി ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ പിൻപിൽ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവർക്കും ജനമധ്യത്തിലേക്ക് സുവിശേഷവും അതിൻ്റെ പ്രവൃത്തിയുമായി കടന്നു പോകുന്നവർക്കും യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം ദൈവം നൽകുന്ന സമയം അത് പുകഴ്ചയ്ക്കും മാനത്തിനും കാരണമായി തീരട്ടെ. വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വരികയാണ്. സമയത്തിൻ്റെ പരിധിയും പരിമിതിയും വളരെ നന്നായിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുവിശേഷത്തെ സംബന്ധിച്ചുള്ള ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വസ്തുതകളാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസിയ സഭയ്ക്ക് എഴുതി അറിയിക്കുന്നത്. ഏതാണ്ട് സുവിശേഷത്തിൻ്റെ 5 or 6 സവിശേഷത ഈ വായിച്ച വേദഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിനു മുൻപ് സുവിശേഷത്തെക്കുറിച്ച് ആമുഖമായ 2-3 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സുവിശേഷമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല വിശേഷമെന്നാണ്. ഗുഡ് ന്യൂസ് എന്നും അതിന് പേര് കൊടുക്കുവാൻ കഴിയും. നമ്മളൊക്കെ ന്യൂസ് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് യൂട്യൂബിലൂടെയായിരുന്നാലും TV-യിലൂടെയായിരുന്നാലും അല്ലെങ്കിൽ പത്രദ്വാരയാണെങ്കിലും
രാവിലെ തോറും ന്യൂസ് അറിയാൻ വളരെ താല്പര്യം നമുക്കുണ്ട്. നമുക്കറിയാം, ന്യൂസ് എന്ന ഇംഗ്ലീഷ് പദത്തിന് 4 അക്ഷരങ്ങളാണുള്ളത്. NEWS എന്ന 4 അക്ഷരങ്ങൾ. ഈ 4 അക്ഷരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ന്യൂസ് എന്ന പദം രൂപപ്പെട്ടത്. എങ്ങനെയാണ് ഈ 4 അക്ഷരങ്ങൾ വന്നത്? നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഭൂമിക്ക് 4 ദിക്കുകളാണുള്ളത്. ആ 4 ദിക്കുകൾ യഥാക്രമം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നിവയാണ്. നോർത്ത് എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരമായ എന്നും ഈസ്റ്റ് എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരമായ ഇയും വെസ്റ്റ് എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരമായ ഡബ്ല്യുവും സൗത്ത് എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമായ എസും, അങ്ങനെ NEWS, ഈ ഭൂമിയുടെ 4 ദിക്കുകൾ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആണെങ്കിൽ ആ പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് ന്യൂസ് എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ, നോർത്തിലെയും ഈസ്റ്റിലെയും വെസ്റ്റിലെയും സൗത്തിലെയും വാർത്തകൾ മനുഷ്യവർഗത്തെ അറിയിക്കുവാൻ ബുദ്ധിജീവികളുടെ ബുദ്ധിമൂശയിലൂടെ ഉരുത്തിരിഞ്ഞു രൂപപ്പെട്ട ഒരു സവിശേഷമായ പദമാണ് ന്യൂസ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ കണ്ണുകളിലും കാതുകളിലും എത്തുന്ന ന്യൂസ് ഒന്നും ഗുഡ് ന്യൂസ് ആയിട്ടിരിക്കുകയില്ല. മനുഷ്യ മനസ്സിനെ മതിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന നിരവധി ബാഡ് ന്യൂസുകളാണ് നമ്മളെ എതിരേറ്റു വരുന്നത്. എന്നാൽ കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി നമുക്ക് വളരെ ആത്മാഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്നത്, ഗുഡ് ന്യൂസ് എന്ന് പറയുവാൻ കഴിയുന്ന ഒരൊറ്റ വാർത്ത മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. സുവിശേഷത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ ചിന്തകളാണ് മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പലരും സുവിശേഷത്തെ തത്വചിന്തയായി കാണുന്നവരുണ്ട്. വേറെ ചിലർ ഇതൊരു പ്രത്യയ ശാസ്ത്രമായി കാണുന്നവരുണ്ട്. മറ്റു ചിലർ ഇതൊരു മതപ്രസംഗമായി കാണുകയും ചെയ്യുന്നുണ്ട്. ഈ പരിമിതമായ ശബ്ദത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ വക ചിന്തകൾ സുവിശേഷത്തെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്നവർ എൻ്റെ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ പറയുക, സുവിശേഷം ഒരു തത്വസംഹിതയല്ല. കാരണം ഈ ആർഷഭാരതത്തിൻ്റെ മണ്ണിൽ തത്വസംഹിതകൾക്കൊരു പഞ്ഞവുമില്ല. എത്രയോ തത്വചിന്തകന്മാർക്ക് ജന്മം കൊടുത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. ഒരുപാട് ആ കാര്യത്തിൽ അഭിമാനിക്കാനുണ്ട്. എത്ര ഫിലോസഫേഴ്സാണ് ഇവിടെയുള്ളത്. എന്നാൽ അവരുടെയൊക്കെ തത്വചിന്തകൾ നമ്മളിൽ അനേകർക്കറിയാം. നമ്മളതൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ചിന്തിക്കുന്നവരുമൊക്കെയാണ്. ഈ സുവിശേഷം അതുപോലൊരു തത്വസംഹിതയാണെങ്കിൽ ഇതെന്തിനാണ് പ്രസംഗിക്കുന്നത്? നിലവിലുള്ളത് പ്രസംഗിച്ചാൽ പോരെ. അപ്പോൾ സുവിശേഷം ഒരു തത്വസംഹിതയല്ല. സുവിശേഷം ഒരു പ്രത്യയ ശാസ്ത്രമായിട്ടെടുക്കുന്നവരുണ്ട്. അതുമല്ല. നമുക്കറിയാം, ഇവിടെ പ്രത്യേകമായ അനേക പ്രത്യയ ശാസ്ത്രങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിൻപിൽ ഇൻകിലാബ് പാടി മനുഷ്യൻ പോകാറുമുണ്ട്. എന്നാൽ കാലചക്രം തിരിഞ്ഞപ്പോൾ അവർ കയ്യിലേറ്റിയ, നെഞ്ചിലേറ്റിയ പ്രത്യയ ശാസ്ത്രങ്ങളൊന്നും ചൊവ്വുള്ളതല്ലെന്ന് മനസ്സിലാക്കി അതൊക്കെ കാലത്തിൻ്റെ ശവപ്പറമ്പിലിട്ട് കുഴിച്ചു മൂടിയപ്പോഴും 21 നൂറ്റാണ്ടുകളായി അജയ്യമായി നിലകൊള്ളുന്നതാണ് ഈ സുവിശേഷം. അതുകൊണ്ട് ഇതൊരു തത്വസംഹിതയല്ല, പ്രത്യയ ശാസ്ത്രമല്ല. സുവിശേഷം ഒരു മതപ്രസംഗമാണോ? സുവിശേഷം ഒരു മതപ്രസംഗമായി ചിന്തിക്കുന്നവരുണ്ട്. ഞാനൊരു വസ്തുത വ്യക്തമായി പറയട്ടെ. സുവിശേഷം ഒരു മതപ്രസംഗമാണെങ്കിൽ ഇത് പ്രസംഗിക്കേണ്ട കാര്യം നമുക്കില്ല. ഇവിടെ എത്രയോ മതങ്ങളാണുള്ളത്. പറഞ്ഞാൽ കൊള്ളാവുന്ന എത്രയോ നല്ല മതങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് സുവിശേഷം ഒരു മതപ്രസംഗമാണെങ്കിൽ അത് പ്രസംഗിക്കാൻ ഞാൻ മെനക്കെടുകയില്ല. ഇവിടെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുന്നതും
ഈ സഹോദരങ്ങൾ 2 മണി വരെ ഇവിടെയുള്ള കവലകളിൽ പോയി പരസ്യപ്രസംഗം നടത്തിയതും ഇവിടുത്തെ ഹൈന്ദവ മതം തെറ്റാണ്, ഇസ്ലാം മതവും തെറ്റാണ്, ക്രൈസ്തവ മതം മാത്രമാണ് ശരി, അതുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്നും ഹൈന്ദവ മതത്തിൽ നിന്നും എല്ലാവരും ക്രൈസ്തവ മതത്തിലേക്ക് ചേരണമെന്നല്ല അവർ പ്രസംഗിച്ചത്. കോട്ടയത്ത് നിന്ന് ഞാൻ വന്നിരിക്കുന്നതും അത് പ്രസംഗിക്കാനല്ല. ഇവിടെ നടക്കുന്നതൊരു മതപ്രസംഗമല്ല, ഇത് നടക്കുന്നതൊരു സുവിശേഷ പ്രസംഗമാണ്. ക്രിസ്തു മതത്തിന്റെ 4 കെട്ടിനുള്ളിൽ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു സന്ദേശമല്ല സുവിശേഷമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, സുവിശേഷം ഒരു തത്വസംഹിതയല്ല, സുവിശേഷം ഒരു പ്രത്യയ ശാസ്ത്രമല്ല, സുവിശേഷം ഒരു മതപ്രസംഗവുമല്ല. പിന്നെന്താണ് സുവിശേഷം? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്താൽ സ്വാധീനിക്കപ്പെട്ടവനായി ദൈവത്തോട് അടുത്തപ്പോൾ അദ്ദേഹം സുവിശേഷത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. ഗോസ്പൽ ഈസ് എ പേഴ്സൺ. സുവിശേഷം ഒരു വ്യക്തിയാണ്. സുവിശേഷം ഒരു വ്യക്തി. അതാരാണ്? കർത്താവായ യേശുക്രിസ്തു. ബൈബിൾ വെളിച്ചത്തിന്റെ കവചമെന്ന പുസ്തകത്തിന്റെ ഓതർ, എഴുത്തുകാരൻ KP അപ്പൻ ക്രിസ്തുവിനെ കുറിച്ച് അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ഭൂമിയുടെ അതിരുകൾ അവകാശമാക്കിയവനാണ്. യേശുക്രിസ്തു ഭൂമിയുടെ അതിരുകൾ അവകാശമാക്കിയെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? യേശുക്രിസ്തുവിന്റെ സ്വാധീനത മറ്റ് ഏതൊരാളേക്കാൾ ഭൂമിയുടെ അതിരുകളിലേക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. ആ ക്രിസ്തുവാണ് സുവിശേഷം. ക്രിസ്തുവെന്ന സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനമുണ്ട്, യേശുക്രിസ്തുവിന്റെ മരണമുണ്ട്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇത് പ്രസംഗിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുകയാണ്. 23-ാമത്തെ വയസ്സിൽ ഈ പുസ്തകം കയ്യിലെടുത്തതാണ്. കഴിഞ്ഞ 49 വർഷങ്ങളായിട്ട് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളേറെയായി, പ്രായവുമേറെയായി, എന്നിട്ടും പ്രസംഗിച്ചിട്ടും ജീവിതത്തിനൊരു മടുപ്പ് വന്നിട്ടില്ല, വാക്കുകൾക്ക് പഞ്ഞം വന്നിട്ടില്ല, പറഞ്ഞിട്ടും കൊതി തീർന്നിട്ടില്ല, ആവേശം കെട്ടടങ്ങിയിട്ടില്ല. വീണ്ടും വീണ്ടും യേശുവിനെ പ്രസംഗിക്കുവാൻ എൻ്റെ ഹൃദയം ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്, ആവേശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവിടുന്നാണ് യഥാർത്ഥ സുവിശേഷം. മറ്റു ചിലർ പറയുന്നത് സുവിശേഷം ഒരു പഴഞ്ചനായി മാറിയില്ലേ? ഇന്ന് കണ്ടുപിടുത്തങ്ങളൊക്കെ വളരെ വലുതായി. ശാസ്ത്രത്തിന്റെ ഊഞ്ഞാലിൽ ആന്തോളനം ആടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ശാസ്ത്രത്തിന്റെ നീളമുള്ള കരങ്ങൾ നീട്ടി വാനഗോളങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സുവിശേഷത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പഴഞ്ചനായി മാറിയില്ലേ? ഞാനൊരു വസ്തുത വ്യക്തമായി പറയാം. ഒരു 80 വയസ്സുള്ള മനുഷ്യൻ ഇങ്ങനെ പറയുന്നുവെന്ന് ചിന്തിക്കുക. കഴിഞ്ഞ 80 വർഷങ്ങളായി കിണറ്റിലെ വെള്ളം ഞാൻ കുടിച്ചു മടുത്തു, ഇത് പഴഞ്ചനായി, എനിക്കിനി ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? മറ്റൊരാൾ 90 വയസ്സുള്ള മനുഷ്യൻ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിന്റെ ഓക്സിജൻ കഴിഞ്ഞ 90 വർഷങ്ങളായി ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വസിച്ച് മടുത്തു, എനിക്കിത് പഴഞ്ചനായി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ടത്, നാം കുടിക്കുന്ന ജലത്തിന് ഇതുവരെ പഴക്കം ചെന്നിട്ടില്ലെങ്കിൽ, നാം ശ്വസിക്കുന്ന ഈ ഓക്സിജന് ഇതുവരെ പഴക്കം ചെന്നിട്ടില്ലെങ്കിൽ, കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഗോൽഗോഥാവിൽ നാട്ടപ്പെട്ട കുരിശിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ സുവിശേഷത്തിന്റെ മാറ്റൊലിക്ക് ഇതുവരെ പഴക്കം ചെന്നിട്ടില്ല. അതെന്നും പുതുതായിട്ടിരിക്കുന്നു എന്നുള്ളത് ഈ സുവിശേഷത്തിന്റെ വലിയ സ്വാധീന ശക്തിയാണെന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കണം. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇനിയും സുവിശേഷത്തിന്റെ സവിശേഷത ഈ കൊലോസ്യ ലേഖനത്തിൽ വായിച്ച വേദഭാഗത്ത് നിന്ന് വളരെ വേഗത്തിൽ പറഞ്ഞെന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സുവിശേഷത്തിന്റെ 1-ാമത്തെ സവിശേഷത 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ
എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യേകത? ഒന്ന്, ഇത് സത്യവചനമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലും അതുതന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേട്ടിട്ട്. അപ്പോൾ നാം പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം അംഗീകരിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇത് സത്യവചനമാണ്. ഇത് മിഥ്യയല്ല, കെട്ടുകഥയല്ല, ഊഹാഭോഗമല്ല, സുനിശ്ചിതമായ സുദൃഢമായ ഏതൊരു വ്യക്തിക്കും വിശ്വാസയോഗ്യമായ വചനമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എല്ലാവരും വിശ്വസിക്കുവാനും എല്ലാവരും അംഗീകരിപ്പാനും യോഗ്യവുമായ വചനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് സത്യവചനമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ടത് ഇത് സത്യവചനമാണ്. ഇത് സത്യവചനമായിരിക്കാനുള്ള കാരണം എന്താ? വളരെ വേഗത്തിൽ അത് സംബന്ധിച്ചൊരു 3 കാരണങ്ങൾ ഞാൻ പറയാം. സുവിശേഷം സത്യവചനമായിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഇത് ഉത്ഭവിച്ചത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. നാം ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. പലസ്തീനിൽ മലമടക്കുകളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ രാത്രിയിൽ ആടുകൾക്ക് കാവൽ കിടന്ന് ഇരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൂതൻ അവർക്ക് പ്രത്യക്ഷമായിക്കൊണ്ട് പറയുന്ന വാക്കുകൾ നമുക്കറിയാം. എന്ത്? ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ക്രിസ്തുവെന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഒരു മഹാസന്തോഷം അവിടെ അറിയിക്കുക, സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോൾ സുവിശേഷം ആദ്യം ആരാണ് അറിയിച്ചത്? സ്വർഗത്തിലെ മാലാഖയാണ്. ആരുടെ കൽപ്പന പ്രകാരമാണ്? ദൈവത്തിന്റെ കൽപ്പന പ്രകാരം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ടത്, ഈ സുവിശേഷം അപ്പസ്തോലന്മാർ ആരംഭിച്ചതല്ല, പ്രവാചകന്മാർ ആരംഭിച്ചതല്ല, ഈ സുവിശേഷം ഏതെങ്കിലും ഒരു സഭ ആരംഭിച്ചതല്ല, ഈ സുവിശേഷം ഏതെങ്കിലും ഒരു സുവിശേഷകൻ ആരംഭിച്ചതല്ല, ഈ സുവിശേഷം അത്യുന്നതനായ ദൈവം ആരംഭിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് സത്യവചനമായിരിക്കാനുള്ള കാരണം. ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പുത്രൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഏകസത്യ ദൈവമായ നിന്നെയും. സ്തോത്രം. അങ്ങനെ ഏകസത്യ ദൈവമായ ആ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട സുവിശേഷവും സത്യവചനമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. അതുകൊണ്ട് ഇത് സത്യവചനം. ഇത് സത്യവചനമായി ാനുള്ള രണ്ടാമത്തെ കാരണം, ഇത് ഇത്രയും പ്രതികൂലങ്ങൾ താണ്ടി വന്നിട്ടും നശിക്കാതിരിക്കുന്നുവെന്നുള്ളതാണ്. ഞാനൊരു വസ്തുത പറയട്ടെ. ഈ സുവിശേഷം പ്രതികൂലം അനുഭവിക്കുന്നത് പോലെ ഏതൊരു സന്ദേശമാണ് അനുഭവിക്കുന്നത്? നിങ്ങൾ പറ. ഇവിടെ മതക്കാർക്ക് പ്രസംഗിക്കാം, രാഷ്ട്രീയക്കാർക്ക് പ്രസംഗിക്കാം, ഏത് പ്രസംഗവും ആർക്കും ചെയ്യാം. എന്നാൽ ഏതെങ്കിലും കവലകളിൽ ചെന്നാൽ, മൈതാനിയിൽ നിന്നാൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം അറിയിക്കാൻ ഒരുങ്ങിയാൽ അതിനെതിരെ വരും വടിയും വാളും. ഇതിവിടെ പ്രസംഗിക്കേണ്ട, വേദപുസ്തകം കീറിക്കളയുക, സുവിശേഷ പ്രതികൾ ചുരുട്ടിക്കളയുക, പ്രസംഗിക്കുന്നവരെ തല്ലുക, മർദ്ദിക്കുക, ചുട്ടുകളയുക, കൊല്ലുക എന്നിത്യാദി പ്രവൃത്തികളല്ലേ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് എന്താണ് അതിന്റെ സാരം? ഇത് സത്യവചനമായതുകൊണ്ടാണ്. സത്യമല്ലെങ്കിൽ പിന്നെ എതിർക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? സത്യമായതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് എതിർപ്പ് കൂടുന്തോറും നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സുവിശേഷമുണ്ടല്ലോ, ഇത് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ഈ എതിർപ്പിലൂടെ കടന്നുപോയിട്ടും ഇത് ഇല്ലാതാകുന്നില്ല. ഇവിടെ എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ ഇതിനോടകം നിന്നുപോയി ഇല്ലയോ? എതിർപ്പിന്റെ നടുവിൽ ഇല്ലാതായി മാറിയില്ലേ? നിഷ്പ്രഭമായി മാറിയില്ലേ? ഞാൻ ഓർപ്പിച്ചതുപോലെ 1, 2, 3 നൂറ്റാണ്ടുകളിൽ, AD 1, 2, 3 നൂറ്റാണ്ടുകളിൽ റോമയുടെ ഭരണാധികാരികൾ അടിച്ചുവിട്ട പ്രചണ്ഡമായ പീഡനത്തിന്റെ മുൻപിൽ എത്രയോ ലക്ഷങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇങ്ങനെ അനേകരെ നഗ്നരാക്കി കാട്ടുമൃഗങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. അനേകരെ തിളച്ചുമറിയുന്ന എണ്ണയിലിട്ട് പർപ്പടകം പൊള്ളിക്കുന്നത് പോലെ പൊള്ളിച്ചിട്ടുണ്ട്. സുവിശേഷം പറയാതിരിക്കാൻ അനേകരുടെ നാവുകൾ കൊടിലുകൾ ഉപയോഗിച്ച് പിഴുതെടുത്തിട്ടുണ്ട്. അനേകരെ മൃഗത്തിന്റെ തോലിൽ ചുറ്റി ചുട്ടുപൊള്ളുന്ന വെയിലത്തിട്ട് ചൂടിന്റെ ആധിക്യത്താൽ തോൽ ചുരുങ്ങും തോറും അതിന്റെ ഉള്ളിൽ കിടക്കുന്നവരുടെ എല്ലുകൾ ഇഞ്ചിഞ്ചായി പൊടിഞ്ഞ് ശ്വാസം മുട്ടി അവരൊക്കെ മരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത് അസ്തമിച്ചിട്ടില്ലല്ലോ.
യേശുക്രിസ്തു എന്താ പറഞ്ഞത്? പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ കേസായി പുക്കയായി. എനിക്ക് നിങ്ങൾ ഈ പാസ്റ്റർമാരോട് പറയാനുള്ളത്, ഇതിനെതിരെ വരുന്ന പോരാട്ടത്തിന് നടുവിൽ കേസിനും വഴക്കിനും പോകരുത്. അത് ക്രിസ്ത്യാനിത്വമല്ല, അത് ക്രിസ്ത്യാനിത്വമല്ല. അങ്ങനെയെങ്കിൽ റോമൻ പടയാളികൾ കടന്ന് മേയുന്ന സമയത്ത് പത്രോസിനും പൗലോസിനും ഒക്കെ പോയി കേസ് കൊടുക്കരുതാഞ്ഞോ? നിങ്ങൾ പത്രോസിന്റെ ലേഖനമൊക്കെ വായിക്കണം, സങ്കീർത്തനം തന്നെ വായിച്ചുകൊണ്ടിരിക്കരുത്. കുറെ കൂടെ പ്രസരിപ്പ് മുഖത്താകുന്നത് നല്ലതാ. കാര്യം എന്റെ പ്രസംഗത്തിൽ പുട്ടിനിടയിൽ പീരയിടുന്നത് പോലെ ഹല്ലേലൂയായി ഒന്നുമില്ല. അത് നിങ്ങൾ സന്തോഷം വരുമ്പോൾ അങ്ങ് പറഞ്ഞുകൊള്ളുക. പറയിപ്പിക്കുന്ന പരിപാടി ആണ്ടപ്പിള്ളയ്ക്കില്ല. ഹൃദയത്തിൽ പ്രേരണ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം, അപ്പോൾ ഇത് ഹൃദയത്തിൽ സന്തോഷിക്കുന്നെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ഭാഗം ഞാൻ വിടട്ടെ. അതുകൊണ്ട് നമുക്ക് എതിർപ്പ് വരുമ്പോൾ നമ്മൾ കേസിനും വഴക്കിനും പോകരുത്. പത്രോസിന്റെ ലേഖനം വായിച്ചാൽ അറിയാം, അദ്ദേഹം വേണ്ടുമ്പോഴും അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന ജനത്തോട് പറയുകയാണ്, ഇനിയും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണമെന്നുള്ളത്. ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ഒരു കഷ്ടം സഹിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ വാട്സാപ്പിന്റെ ഒരു വലിയ പെരുന്നാൾ ഉത്സവമാണ് നടക്കുന്നത്. അവിടെ ആരെങ്കിലും എവിടെങ്കിലും സുവിശേഷം നിമിത്തം തല്ലുകൊണ്ടാൽ അവന്റെ തല്ലുകൊണ്ട ചെള്ളയുൾപ്പെടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ഞാൻ 3 അടി കൊണ്ട് പൊട്ട, യേശുക്രിസ്തു നിനക്ക് വേണ്ടി പീലാത്തോസിന്റെ കൽത്തളത്തിൽ അടികൊണ്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ ഇത് പറയാൻ എങ്ങനെ സാധിക്കും? യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? നിങ്ങൾ എത്ര ചെയ്താലും അപ്രയോജന ഭൃത്യന്മാരെന്ന് നിങ്ങളെ തന്നെ വിളിപ്പീൻ, ചെയ്യേണ്ടതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് പറയട്ടെ, എത്രമാത്രം പീഡനങ്ങൾ വന്നാലും ഉപദ്രവങ്ങൾ വന്നാലും പരാജയപ്പെട്ടു പോകാതെ വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. കാരണം ഇത് സത്യവചനമാണ്. ഇത് സത്യവചനമായിരിക്കാനുള്ള 3ാമത്തെ കാരണം 2 ഞാൻ ഓർപ്പിച്ചു. 1, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതിനാൽ. 2, ഇത് പ്രതികൂലത്തിന്റെ നടുവിൽ പരാജയപ്പെടാതിരിക്കുന്നതിനാൽ. 3ാമതായി, എന്തുകൊണ്ട് ഈ സുവിശേഷം സത്യവചനമായിരിക്കുന്നു? ഇത് ചരിത്ര സത്യമായതുകൊണ്ടാണ്. എനിക്ക് ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്, വലിയ ലൈബ്രറി ഒന്നുമല്ല. അതിന്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു പുസ്തകമുണ്ട്. ആ കുഞ്ഞു പുസ്തകത്തിന്റെ പേര് ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നാണ്. ക്രിസ്തു മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാളുടെ പേരും കൂടെ ഉണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അന്യ ഡാഷിന്റെ നാമം നിങ്ങളുടെ നാവില് എടുക്കരുതെന്ന. അതുകൊണ്ട് ആ നാമം ഞാൻ വിടുക. ക്രിസ്തുവിനോട് ചേർന്ന് ആ പേരും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവും ഡാഷും ജീവിച്ചിരുന്നില്ല എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം എഴുതിയത് ജോസഫ് ഇടമറുകാണ്. എന്റെ കയ്യിൽ ആ പുസ്തകം വന്നത്, ഓർമ്മ ശരിയെങ്കിൽ 1978 ആ പുസ്തകം എന്റെ കയ്യിൽ വന്നത്. ഒരു കുഞ്ഞു പുസ്തകം, ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാം. അത് 75 മറ്റോ ജോസഫ് ഇടമറുക ഇറക്കിയതാ. ജോസഫ് ഇടമറുക ഇനി ആരാണെന്നുള്ളത് അമ്മച്ചിമാരുടെ ചിന്ത, പാസ്റ്ററൊന്നുമല്ല, നിരീശ്വരവാദിയാണ്. അപ്പോൾ അയാൾ ഇറക്കിയ പുസ്തകമാണ്. അപ്പൊ ഞാൻ ആ പുസ്തകം ഒന്ന് ഒറ്റ ഇരിപ്പിൽ വായിച്ചപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് വാസ്തവത്തിൽ സഹതാപമാ തോന്നിയത്. എന്താ കാര്യമെന്നറിയാമോ? യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് സ്ഥാപിക്കാൻ എഴുതിയിരിക്കുന്ന ആ പുസ്തകം പ്രിന്റ് ചെയ്ത വർഷവും ഡേറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 1975 ഇന്ന മാസം ഇത്രാം തീയതി. അപ്പൊ ജോസഫ് ഇടമറുകനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ മനസ്സിൽ ഞാൻ ജോസഫ് ഇടമറുകനോട് ചോദിച്ചു, എടോ ജോസഫ് ഇടമറുക, താൻ എന്തൊരു മൂഢനാ. യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് എഴുതിയ ഈ കൊച്ചു പുസ്തകത്തിൽ അത് പ്രിന്റ് ചെയ്ത ആ വർഷം എഴുതിയിട്ടുണ്ട് 1975. ഇതെന്തൊരു വൈരുദ്ധ്യതയായി, എന്തൊരു വിരോധാഭാസമാ. ക്രിസ്തു ജീവിച്ചില്ലെങ്കിൽ ഈ വർഷം എന്തിനാ താൻ എഴുതുന്നത്? 1975 എന്ന് എഴുതുമ്പോൾ ഒരു വസ്തുത ശരിയല്ലേ? 1975 വർഷങ്ങൾക്ക് മുൻപ് യേശു ജനിച്ചു എന്നല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, മഷി ഉണങ്ങിയിടാത്ത പൊൻപേന കൊണ്ടും പദസ്വാധീനത കൊണ്ട് കാളിപ്പല്ലുകൾ കൂട്ടിഞ്ഞരിച്ചും സത്യത്തെ അമർച്ച ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. സത്യം അതിന്റെ അമക്കയറുകളെ പൊട്ടിച്ചകലത്തെറിഞ്ഞുകൊണ്ട് അത് പുറപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് മധ്യയല്ല, ഇതൊരു അമ്മൂമ്മക്കഥയല്ല, ഇതൊരു
ഒരു ഊഹാപോഹമല്ല, ഇത് സത്യമാണ്. ഇവിടെ യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിന്റെ യഥാർത്ഥമായ തെളിവുകൾ എന്തൊക്കെയാണ്? ഒരുപാട് പറയാനുണ്ട്. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജനനത്തോടുള്ള ബന്ധത്തിലല്ലേ കാലം രണ്ടായി വിഭജിക്കപ്പെട്ടത്? കാലവും ലോകവും ഒരുപോലെ കാത്തിരുന്ന ഒരു സംഭവമാണ് ക്രിസ്തുവിന്റെ ജനനമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ KP അപ്പൻ ബൈബിൾ വെളിച്ചത്തിന്റെ കവചമെന്ന ഗ്രന്ഥത്തിൽ അത് സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചരിത്രത്തിന് എത്തുവാൻ കഴിയാത്ത ഇടത്തിൽ നിന്ന് യേശുക്രിസ്തു ഇവിടേക്ക് ചരിത്രത്തിലേക്ക് വന്നു എന്നാണ്. ഫ്രഞ്ച് നാസ്തികനായ റെനാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. എല്ലാവരും ഒന്നും വായിക്കുന്നവരിവിടെ കാണും. എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. ഉപദേശിമാർ ഒന്നാമത് വായനശീലമുള്ളവരായിരിക്കണം, അത് പോട്ടെ. അപ്പോൾ ആ റെനാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഒടുവിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? 1861, 62 900 1861, 62 ഈ വർഷങ്ങളിൽ അദ്ദേഹം പലസ്തീനിലേക്ക് ചെന്നു. ഇതൊക്കെ ശരിയാണോ എന്നറിയാൻ. അങ്ങനെ അവിടെ ചെന്ന് ക്രിസ്തുവിന്റെ സഞ്ചരിച്ച സ്ഥലങ്ങളും മരിച്ച സ്ഥലവും ഉയർത്ത സ്ഥലവും എല്ലാം കണ്ടു. അദ്ദേഹം 2 വർഷമാണ് എടുത്തത്. 861, 62 കാലഘട്ടങ്ങളിൽ. ഒടുവിൽ അദ്ദേഹം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ പലസ്തീനിൽ കണ്ടത് 5ാമത്തെ സുവിശേഷമാണ്. 5ാമത്തെ സുവിശേഷമാണ് ഞാൻ പലസ്തീനിൽ കണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: ക്രിസ്തു ഹിസ്റ്റോറിയാണ്, ചരിത്രം അവന്റെ ചരിത്രമാണ്. ചരിത്രത്തിൽ നിന്ന് ക്രിസ്തുവിനെ അടർത്തി നീക്കിയാൽ ആ ചരിത്രം അപൂർണമായിരിക്കും, അഗ്രാഹ്യമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആകയാൽ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നത്തെ പാഷമാര് പറയുന്നത് പോലെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ, സിലോണിലായിരുന്നപ്പോൾ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു സത്യത്തിന് വേണ്ടി ഒരു കാര്യം പറയുക. 2011 എന്റെ ഒരു കൊതി കൊണ്ട്, കാലങ്ങളായിട്ടുള്ള ആഗ്രഹം കൊണ്ട്, പണത്തിന്റെ തിമിർപ്പ് കൊണ്ടല്ല, ഉള്ളതൊക്കെ ഒന്ന് സ്വരൂപിച്ച്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് പണം സ്വരൂപിച്ച് ഞാൻ ഒരു സംഘത്തിന്റെ കൂടെ ഇസ്രയേൽ രാജ്യത്തൊന്നു പോയി. അവിടെ ചെന്നപ്പോൾ യേശു ജനിച്ച, ജീവിച്ച, സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടു. എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം ഈ സ്ഥലങ്ങളെല്ലാം കണ്ടപ്പോൾ അങ്ങ് അന്തം വിട്ടു. അപ്പോൾ അദ്ദേഹം വിശ്വാസിയാ. പക്ഷേ അദ്ദേഹത്തിന് ആ സന്തോഷവും ആ ആവേശവും അങ്ങോട്ട് അടക്കാൻ കഴിയാതെ പുള്ളി ഞങ്ങളോട് പറയുക, അപ്പൊ ഇതൊക്കെ ശരിയായിരുന്നു അല്ലേ? അദ്ദേഹം അങ്ങ് വല്ലാണ്ടായി പോയി. ഇതൊക്കെ കണ്ടങ്ങ് മതിമറന്നുപോയി. അപ്പോൾ അറിയാതെ പറയുക, അപ്പോൾ ഇതൊക്കെ ശരിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടു. ഞാൻ യേശു ജനിച്ച ബേത്ലഹേം കണ്ടു. യേശു കയറിയ മലകൾ കണ്ടു. യേശു ഇറങ്ങിയ താഴ്വരകൾ കണ്ടു. 30-ാം വയസ്സിൽ യേശു സ്നാനമേൽക്കാൻ പോയ യോർദാൻ നദി കണ്ടു. യേശുവിനെ പരീക്ഷിച്ച ആ മല ഞാൻ കണ്ടു. യേശു രൂപാന്തരപ്പെട്ട മല ഞാൻ കണ്ടു. യേശുവിനെ കുരിശിച്ച ഗോൽഗോഥ മല കണ്ടു. യേശുവിനെ പിടിച്ച ഗത്സമന തോട്ടം ഞാൻ കണ്ടു. യേശു ഉയർത്തെഴുന്നേറ്റ് തുറക്കപ്പെട്ട കല്ലറ കണ്ടു. യേശു സ്വർഗാരോഹണം ചെയ്യാൻ പോയി നിന്ന ഒലിവ് മല കണ്ടു. ഇതിനെതിരെ ആർക്കു പറയാൻ കഴിയും? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയട്ടെ, എന്തുകൊണ്ട് സുവിശേഷം സത്യവചനമായിരിക്കുന്നു? ഇത് ചരിത്ര സത്യമായതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ എത്ര കാലമായി രക്ഷിക്കപ്പെട്ടെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട് ഹ്രസ്വകാലമാകട്ടെ ദീർഘകാലമാകട്ടെ നിങ്ങൾ നടക്കുന്നത് വെറുതെയല്ല. ഒരു ചരിത്രത്തിന്റെ പുറകെയാണ് ഞാനും നിങ്ങളും പോകുന്നത്. ഒരു സത്യവചനം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഞാൻ ആ ഭാഗം പറഞ്ഞു പോകട്ടെ. സുവിശേഷത്തിന്റെ 1ാമത്തെ പ്രത്യേകത അത് സത്യവചനമാണ്. 2ാമത് അതിന്റെ 6ാമത്തെ വാക്യത്തിലേക്ക് വരാം. സുവിശേഷത്തിന്റെ സവിശേഷത 2ാമതായി അതിന്റെ 6ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു: ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഈ സുവിശേഷത്തിന്റെ 2ാമത്തെ പ്രത്യേകത ഇത് സാർവത്രികമാണ്. സുവിശേഷം സത്യവചനമാണ്, സുവിശേഷം സാർവത്രികമാണ്. എന്താണ് ഈ സാർവത്രികം എന്ന് പറഞ്ഞാൽ? സാർവത്രികം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരുപോലെ അംഗീകാരം യോഗ്യമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഒരേ ആഹാരം വേണമെന്നില്ല. വേണോ? ചൈനക്കാരന് നൂഡിൽസ് വേണം. ഇവിടെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ നൂഡിൽസ് കിട്ടും. പക്ഷേ നമുക്കെല്ലാവർക്കും നൂഡിൽസ് വേണ്ട. നമുക്കെല്ലാവർക്കും
ചപ്പാത്തി വേണ്ട, എല്ലാവർക്കും അമേരിക്കക്കാർക്ക് എല്ലാവർക്കും ചോറ് വേണ്ട, ആഹാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പിന്നെ വസ്ത്രങ്ങൾക്ക് വ്യത്യാസമില്ലേ. നമ്മളൊക്കെ മാനം മര്യാദയായി കഴുത്തു മുതൽ പാദം വരെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് മാനം മര്യാദയായിട്ട് നടക്കുമ്പോൾ ചിലർക്ക് 1 മീറ്റർ പോലും തികച്ചു വേണ്ട അവരുടെ നഗ്നത മറയ്ക്കാൻ. ഞാൻ പറഞ്ഞത് വസ്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഇന്ന വസ്ത്രമെന്നില്ല, അവരവരുടെ താല്പര്യപ്രകാരം. ഭാഷകൾക്ക് വ്യത്യാസമുണ്ട്, എല്ലാവരും മലയാളം പറയണമെന്നില്ല, എല്ലാവരും ഹിന്ദി പറയണമെന്നില്ല, എല്ലാവരും ഇംഗ്ലീഷ് പറയണമെന്നില്ല. ആ ഭാഷകൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം. എല്ലാ ഭാഷകളും എല്ലാവർക്കും ആവശ്യമില്ല, എല്ലാ ആഹാരവും എല്ലാവർക്കും ആവശ്യമില്ല, എല്ലാ വസ്ത്രവും എല്ലാവർക്കും ആവശ്യമില്ല. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. ഇത് സാർവത്രികമാണെന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്നവരിൽ അങ്ങ് അകലെയോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ ഒക്കെയായിട്ട് ആരെങ്കിലുമൊക്കെ ഈ സുവിശേഷം ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതാണ്, അവർക്ക് ആവശ്യമുള്ളതാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റുപറ്റി. ഞാൻ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. ക്രിസ്ത്യാനികൾ അന്നില്ല, ക്രിസ്തു മതം തന്നെ ഇല്ല. അപ്പൊ പിന്നെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിന്? എല്ലാവർക്കും വേണ്ടിയാണ്. യേശു ക്രിസ്തു വന്നത് എല്ലാവർക്കും വേണ്ടി, സുവിശേഷം എല്ലാവർക്കും വേണ്ടി. ഞാനൊരു വസ്തുത ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക. സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ശാസ്ത്രപ്രകാരം ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, അതിങ്ങനെ നിൽക്കുക. കേരളത്തിൽ കാണും, അല്ലെ ഇന്ത്യയിൽ കാണും, പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കയിലായിരിക്കും, ഇവിടെ ഇരുട്ടായിരിക്കും. ഈ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സൂര്യൻ ഉദിക്കുക, സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുന്നുണ്ട്. എന്തുവാകട്ടെ, ഈ സൂര്യൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിന് മാത്രമല്ല ഉള്ളൂ, അത് സുവിശേഷം മാത്രമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സുവിശേഷം സാർവത്രികമാണ്. എനിക്ക് ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. കാലങ്ങൾക്ക് മുൻപ് കേരളക്കരയിൽ ഗർജിക്കുന്ന സിംഹമായി തന്റെ ശബ്ദം കൊണ്ട്, തന്റെ പ്രാസം കൊണ്ട്, തന്റെ ശൈലി കൊണ്ട് കേരളത്തിലെ ജനത്തെ കീഴടക്കിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. എന്റെ വേറൊരു സുഹൃത്തുണ്ട്, പീരുമേട്ടിൽ താമസിക്കുന്നു, ഷാജഹാൻ വി ഹസൻ എന്നാണ്. എന്റെ പേര് ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നാണ്. ഈ ചാണ്ടപ്പിള്ള ഫിലിപ്പ് പലർക്കും സംശയം വരും, ഇയാൾ മാർഗവാസിയാണോ അല്ലയോ എന്നുള്ള സംശയം വരും. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു വസ്തുത പറയാം, ഞാൻ മാർഗവാസിയാണ്. മാർഗവാസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർഗവാസിയല്ല. ഏത് മാർഗവാസി? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ വഴിയിൽ കയറിയ മാർഗമാണല്ലോ വഴി, ആ വഴിയിലായാണ്. പക്ഷേ നിങ്ങളെപ്പോലെ, നിങ്ങളിൽ പലരെ പോലെ പുരാതനത്വം അവകാശപ്പെടാൻ കഴിയുന്ന ചാണ്ടപ്പിള്ളി എന്ന് പറയുന്ന കുടുംബപ്പേരുള്ള തലവടിക്കാൻ, എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്ത് താമസിക്കുന്നെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞ തലവടിക്കാരനാ. തലവടി നിങ്ങളുടെ IPC-ക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ KC ജോണും ഞങ്ങളും എല്ലാം അയൽവാസികളായി ജീവിച്ചവരാ. CSI-ക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പായും CSI തെക്കൻ ഭാഗത്തെ സൗത്ത് ഇന്ത്യൻ മോഡറേറ്ററായിട്ടും ഒക്കെ വിരമിച്ച തോമസ് കെ ഉമ്മൻ, ഞങ്ങളെല്ലാം അയൽവാസികളാണ്. ഞങ്ങളെല്ലാം പമ്പയാറ്റി ചെറുപ്പത്തിൽ കുളിച്ച് മതിച്ച് നടന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ തലവടിക്കാരൻ, ആനപ്പുറമ്പാൽ തെക്ക് കുന്തിരിക്കക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇവിടെ എല്ലാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ സുവിശേഷം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉള്ളതാണ്, ഇന്നാർക്ക് വേണ്ടിയുള്ളതല്ല. നമുക്കറിയാം, ഒരു ഇത്രമാത്രം പ്രചാരം നേടിയിട്ടുള്ള ഒരു സന്ദേശമുണ്ടെങ്കിൽ സുവിശേഷമാണ്. വേറെ ഏതുണ്ട്? TV ഒന്ന് ഓൺ ചെയ്താൽ 24 മണിക്കൂർ സുവിശേഷം കേൾക്കുന്ന ചാനലുകളുണ്ട്. റേഡിയോ ഓൺ ചെന്നാൽ 24 മണിക്കൂറും സുവിശേഷം കേൾക്കുന്ന ചാനലുകളുണ്ട്. ഒരു ചന്തയിലേക്ക് ചെന്നാൽ അവിടെയും സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ കാണാം. എവിടെയാണ് കാണാത്തത്? ഇന്ന് രാത്രി ഇവിടെ ഈ യോഗം നടക്കുമ്പോൾ ഈ കേരളത്തിൽ എവിടെയെല്ലാമാണ് ഇന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുപോലെ പ്രസംഗിക്കപ്പെടുന്ന, ഇതുപോലെ ലോകത്തിൽ പ്രചാരം നേടിയിട്ടുള്ള മറ്റൊരു സന്ദേശം ഈ അവനിയുടെ മുഖത്തില്ല. അതുകൊണ്ട് ഇത് സാർവത്രികമാണ്, എല്ലായിടത്തും ഉള്ളവർക്ക് വേണം, എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ഇതിലൂടെയല്ലാതെ രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം നമുക്കറിയാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്?
മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമവുമില്ല. ഇവിടുത്തെ സഹോദരിമാർക്കൊക്കെ എന്തൊരു സ്വാതന്ത്ര്യമാണ് ഞാൻ തന്നത്. ഇല്ലെങ്കിൽ ഉപദേശിമാര് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയല്ലേ. ഓരോ പോയിന്റ് വരും, പോയിന്റ് ഇല്ല അത് വേറെ കാര്യം, ഓരോ ഭാഗം വരുമ്പോഴും വായിപ്പിക്കുകയല്ലേ. ഞാൻ വല്ലതും വായിപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെ എന്തൊരാശ്വാസമാണ് നിങ്ങൾക്ക്, കയ്യും കെട്ടിയിരുന്ന് കേട്ടാ പോരെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ അതാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. അതുകൊണ്ട് സുവിശേഷം സാർവത്രികമാണ്. ഇനി ഈ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ സവിശേഷതയിലേക്ക് വരാം. അതും ആ 6-ാം വാക്യത്തിലുണ്ട്. 6-ാം വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ആ സുവിശേഷം സർവ്വലോകത്തിനും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി. അടുത്തത്, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. ശ്രദ്ധിച്ചോളുക, ഈ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ സവിശേഷത, ഈ സുവിശേഷം ദൈവകൃപയെക്കുറിച്ച് പറയുന്നതാണ്. ഈ സുവിശേഷം സത്യവചനമാണ്. ഈ സുവിശേഷം സാർവത്രികമാണ്. മൂന്നാമത്, ഈ സുവിശേഷം ദൈവകൃപയെക്കുറിച്ച് പറയുന്നതാണ്. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കേട്ടത് എന്താ? നിങ്ങൾ കേട്ടത് ദൈവകൃപയെക്കുറിച്ച് കേട്ടെന്നാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവര് വാസ്തവത്തിൽ കേട്ടതെന്താ? ഇവര് കേട്ടതെന്താ? നിങ്ങൾ മിണ്ടുന്നവരാണെന്നാ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞേച്ചു വന്നത്. അവിടെ ചെന്നാൽ ഒരു മിണ്ടലും പറച്ചിലും ഒക്കെ ഉള്ളതാന്നാ കേട്ടത്. ഇതെല്ലാം മാറ്റിയല്ലോ. ഇവർ വാസ്തവത്തിൽ എന്താ കേട്ടത്? അയ്യോ, തല കുലുക്കിയിട്ട് വല്ല കാര്യമുണ്ട്? എല്ലാവരും ഇരുന്നോട്ട് തല കുലുക്കുക. ഈ ചില വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നാൽ ഒരു ബൊമ്മ ഇരിപ്പുണ്ട്, അതിങ്ങനെ തല കുലുക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ. തല കുലുക്കിയിട്ട് കാര്യമുണ്ടോ? ഇവര് കേട്ടതെന്താ? വാസ്തവത്തിൽ സുവിശേഷമാ കേട്ടത്. സുവിശേഷം കേട്ട ഇവരോട് എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ നിങ്ങൾ എന്താ കേട്ടത്? 6-ാം വാക്യത്തിലുണ്ട്, ദൈവകൃപയാ കേട്ട. സുവിശേഷം കേട്ട ഇവരോട് പറയുകയാണ്, നിങ്ങൾ കേട്ടതെന്താ? ദൈവകൃപ. അതിനർത്ഥം എന്താണ്? സുവിശേഷം കേട്ടാൽ ദൈവകൃപയെ കേൾക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ട കാര്യം, ദൈവകൃപയെ പറയുന്ന ഏക സന്ദേശം ഈ അവനിയുടെ മുഖത്തുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. ഒരു പ്രസംഗത്തിലും ദൈവകൃപയെക്കുറിച്ച് പറയുന്നില്ല. ഇതിൽ മാത്രമാണ് ദൈവകൃപ പറയുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഇത് ദൈവകൃപയെക്കുറിച്ച് പറയുന്നു. ഇനി അടുത്തത് എന്താ ദൈവകൃപ? എന്താ ദൈവകൃപ? നാഴികയ്ക്ക് 40 വട്ടം കൃപ 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 എന്നും പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. അടുക്കളയിൽ പണിയുമ്പോഴും കൃപ 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 കൃപ. അടുത്തുള്ള പെണ്ണും ചിലപ്പോൾ ഓടി വരും എന്നെയാ വിളിച്ചെന്നും കൊണ്ട്. കൃപ കൃപ കൃപ. എന്താ ഈ കൃപയെന്ന് പറഞ്ഞാൽ? എന്താ ഈ കൃപ? പണ്ടവരടുത്ത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ എന്താണെന്നറിയാം, കൃപയെന്ന് പറഞ്ഞാൽ കൃപ അല്ലാതെ എന്തോന്നാ? എന്താ ഈ കൃപ? കൃപയ്ക്ക് ദീർഘമായൊരു വിശദീകരണം നൽകാനുണ്ട്. എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. അനർഹമായ സ്ഥാനത്ത് ലഭിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൃപ. പ്രൈസ് ഗോഡ്. അനർഹമായ സ്ഥാനത്ത് ലഭിക്കുന്ന ഏതൊന്നോ അതിന് കൃപയെന്ന് പറയാം. കുറെ കൂടെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ കൃപ സമദാനം. അപ്പോൾ സുവിശേഷത്തിന്റെ മൂന്നാമത്തെ സവിശേഷത, സുവിശേഷം ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം എന്താ? ദൈവത്തിന്റെ. ഇതാ കാല് നടന്നു വന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ 2 അമ്മച്ചിമാര് സ്ഥലം എവിടെ ആയിരിക്കുമെന്ന് ഞങ്ങൾ രണ്ടും കൂടെ സംസാരിച്ച് വന്നപ്പം അവരിവിടെ വന്നു. ആരാധന എനിക്ക് അറിഞ്ഞുകൂടെ. 2 അമ്മച്ചിമാര് ബൈബിളും പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടു. ആ നടന്നു വരാൻ കാര്യമെന്താ? ദൈവകൃപയാ. നടന്നു വരാൻ കാര്യമെന്താ? ദൈവകൃപ. അല്ലെ വീട്ടിലിരുന്ന് വാട്സാപ്പ് തോണ്ടാൻ അറിയാൻ വയ്യെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കരുത്. മനസ്സിലായില്ലേ? അത് ദൈവകൃപയാണ് ഇവിടെ വന്നത്. ഇവിടെ എൻ്റെ സഹോദരങ്ങൾ, ഈ പ്രായമുള്ളവർ പാടി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാട്ട് ഞാൻ ശ്രദ്ധിച്ച് എന്തൊരു കയ്യടിയാ, എന്തൊരു വായനയാ. ഈ മോനെ ഏതാണ്? മോനാണോ? അല്ല, അതോ? മിടുക്കൻ. അവനെ വളർത്തണം കേട്ടോ, അവനെ വളർത്തണം. ദൈവനാമ മഹത്വത്തിന്. ഞാൻ നോക്കിയപ്പോൾ അവൻ അതേ ചവിട്ടിക്കൊണ്ടാ വായിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അതെന്താണ്? ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോപ്പ് ഗിവേഴ്സ് മിഷന്റെ പ്രവർത്തനം എന്താണ്? ദൈവകൃപയാ. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. മനസ്സിലാക്കണം. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നതും എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ 49-50 അടുത്ത വർഷമായി ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ നിലനിൽക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാണ്. ദൈവകൃപ, ദൈവത്തിന്റെ ദാനം.
അതാണ് സുവിശേഷം വിളിച്ചു പറയുന്നത്. ഇനിയും ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. ഈ ദാനത്തിൽ ഏറ്റവും വലിയ ദാനമേതാ? ഏറ്റവും വലിയ ദാനമേതാ? പറയാൻ നിങ്ങളോട്, രക്ഷയാണ് ഏറ്റവും വലിയ ദാനം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ ശരിയാണോ നോക്കിയാൽ മതി. ഈ പുള്ളി പറുപറ പറയുന്നു, നേരാണോ? നേര് തന്നെയാ. വെളിപ്പാട് 7:10 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? രക്ഷയെന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമത്രേ. ഇന്ന് രാത്രിയിൽ ഈ പരിസരങ്ങളിലെ വീടുകളിലോ തെരുവിലോ നിന്നുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, രക്ഷ പ്രവൃത്തിയാൽ ലഭിക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്നവരും പ്രവൃത്തിയാലുള്ള രക്ഷ സമ്പാദിക്കുവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും ഈ രാത്രി എന്റെ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനൊരു വസ്തുത പറയാം. കർമ്മമാർഗം എവിടെ? അത് പോയിരിക്കുന്നു. രക്ഷദാനമാണ്. രക്ഷദാനമാണ്. ദാനമെന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? ചുമ്മാതെ കിട്ടുന്ന, മലയാള ഭാഷയിൽ പറഞ്ഞ ചുമ്മാതെ കിട്ടുന്നത്. ദാ എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, നല്ലൊരു പേനയാ, കാണുമ്പോ തന്നെ അറിയത്തില്ലേ, മനോഹരമായ പേന. ഉപദേശിമാർക്ക് ഇങ്ങനത്തെ കുത്തിക്കൊണ്ട് നടക്കാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള കാശുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെങ്ങനാ ഇത് വാങ്ങിച്ചത്? പറയാം. ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ പ്രസംഗത്തിന് എന്നപ്പോ ദൈവവചനം പഠിപ്പിക്കുന്നത് കണ്ട് എന്റെ ഭാഷയിൽ പറഞ്ഞ ഹാലിളകിയ ഒരു സഹോദരൻ എനിക്കെന്തെങ്കിലും തരണമെന്നൊരു താല്പര്യം. എന്നെ വിളിച്ചുകൊണ്ടൊരു കടയിലേക്ക് ചെന്നു. അദ്ദേഹം ഈ പേനയെടുത്തു. ഞാൻ ചോദിച്ചതിനെന്താ വില? അദ്ദേഹം ഒരു വില പറയുന്നു. ഞാനിവിടെ പറയുന്നില്ല, ചിലപ്പോൾ കസേരയിൽ നിന്ന് താഴെ പോകുമോ. അതുകൊണ്ട് അദ്ദേഹം എന്നോടൊരു വില പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്കിതൊന്നും വാങ്ങാൻ നിവൃത്തിയില്ലാത്തവനാ. അപ്പോൾ അദ്ദേഹം അത് വാങ്ങി വില കൊടുത്തതിന് ശേഷം എന്റെ പോക്കറ്റിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. ഹല്ലേലൂയ. എന്തിനാ ഞാൻ ഇത് ഓർപ്പിച്ചെന്നറിയാമോ? നിത്യമായ നരകത്തിലേക്ക് പാപനിമിത്തം കടന്നുപോയ എന്റെയും നിന്റെയും ആത്മാവിനെ രക്ഷിക്കുവാൻ നമ്മുടെ കർമ്മമാർഗങ്ങളാൽ കഴിയാതെ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം തന്റെ പുത്രനെ കാൽവറിയിലെ കൊലവരത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർത്തുകൊണ്ട് രക്ഷ സൗജന്യമായിട്ട് ഒരുക്കിയിട്ട് തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമാണ്. കൃപയാൽ നമുക്കൊരു പാട്ട് പാടാം, ഒരു ചീല് പാട്ട്. ഞാൻ ഏത് സമൂഹമായാലും പാട്ടൊക്കെ പാടും. എന്റെ പ്രസംഗം കേട്ടാൽ ഏതാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഞാനൊരു പാട്ട് പാടാം. നമുക്കറിയാവുന്ന ഒരു പാട്ട്. നിന്റെ രക്ഷദാനമേ എന്നുമുള്ള ശ്വാസമേ. പക്ഷേ ഒരെണ്ണത്തിന് അതറിഞ്ഞുകൂടാ. ഇത് പഴയ ഒരു പാട്ടാ, അർത്ഥമുള്ള പാട്ടാ. ഇന്നത്തെ പാട്ട് പലതും സോഡാപ്പാട്ട്. പണ്ട് വട്ടമുള്ള ഒരു സോഡയുണ്ടായിരുന്നു, ഇല്ലേ? ഠാത്ത് കഴിയുമ്പോൾ ഷൂ എന്നൊരു ശബ്ദം കേൾക്കാം. അതോടുകൂടെ ഗ്യാസ്, ഒറ്റ പ്രാവശ്യം പാടിയാൽ ഗ്യാസ് പോകുന്ന പാട്ടുകളായി ഇപ്പം 3 സ്തോത്രം, 2 ഹല്ലേലൂയ, 4 പരിശുദ്ധൻ. അതോടുകൂടെ പാട്ട് തീർന്നു. പക്ഷേ ഈ പാട്ട് അതല്ല, പണ്ടത്തെ പാട്ട്, എന്റെ ചെറുപ്പത്തിൽ കേട്ട പാട്ട്. അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം. നിന്റെ രക്ഷദാനമേ എന്നുമുള്ള ശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നൂടെ കൃപ, എന്റെ രക്ഷദാനമേ എന്നുമുള്ള ശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നൂടെ കൃപ, മന്നിടത്തിൽ ഉയർന്നു ഉന്നതമ സ്വർഗത്തിൽ വാസവും നൽകി, എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാർക്കുവാൻ തന്റെ സഹജീവിതം ദാനം ചെയ്തു താൻ. അവിടെയാ ഭക്തൻ പാടുന്നത്. എല്ലാം എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം എന്താ പാടുന്നത്? എന്റെ രക്ഷദാനം ഞാനൊന്നും ചെയ്തിട്ടല്ല, തന്നോടെ കൃപ. ഇന്ന് രാത്രി പ്രശംസിക്കാനൊന്നുമില്ല, ഒന്നും പ്രശംസിക്കാനില്ല. ഞാനിങ്ങനെ പറയാം, ദാനമെന്ന് പറഞ്ഞാലും ദൈവത്തിന് ഇതിന്റെ പിൻപിൽ വന്ന ചെലവ് വളരെ വലുതാണ്. ഇത് കറണ്ടയിലാണോ ജനറേറ്ററിലാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ.
ഈ മൈക്കൊക്കെ പ്രവർത്തിക്കുന്നത്? ജനറേറ്റർ, കറണ്ടല്ല, ജനറേറ്ററല്ല. ശരി, നമ്മുടെയൊക്കെ വീടുകളിൽ കറണ്ട് ഉണ്ടല്ലോ, ഇല്ലേ? അല്ലേ? AC ഉള്ളവരുണ്ട്, ഫാൻ ഉള്ളവരുണ്ട്, ഫ്രിഡ്ജ് ഉള്ളവരുണ്ട്, മിക്സി ഉള്ളവരുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കാൻ എന്ത് ചെയ്താൽ മതി? വന്നിട്ടാ കൊച്ചു പിള്ളേർക്ക് വരച്ചും അത് അതിന് വല്ലതും ആരോഗ്യം വേണം. എൻ്റെ കൈക്ക് ആരോഗ്യമില്ല ഈ സ്വിച്ച് ഇടാൻ, അങ്ങനെ ഉണ്ടോ? അല്ല, ചുമ്മാ അത് ഈസി ആയിട്ട് ആ സ്വിച്ച് ഇടാമെന്ന്, ഈസി ആയിട്ട് സ്വിച്ച് ഇടാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈസി ആയിട്ടൊരു സ്വിച്ച് ഇടുമ്പോൾ ഇത് മുഴുവൻ പ്രവർത്തിക്കാൻ നമുക്ക് ആകപ്പാടെ ഒരു കറണ്ട് ചാർജാണ് വരുന്നത്. ഗവൺമെന്റിന് ഇതിനു വേണ്ടി വന്ന ചെലവെന്താണെന്നറിയാമോ? ഇടുക്കിയിൽ ഒരു വലിയ ഡാം കെട്ടി, ഒരാർച്ച് ഡാം കെട്ടി, കോടികൾ ചെലവഴിച്ച് അവിടെ വെള്ളം തടഞ്ഞു നിർത്തി. അവിടെ നിന്ന് വലിയ ഭയങ്കര പൈപ്പ് വഴി മൂലമറ്റത്ത് ജനറേറ്റർ അവിടെ സ്ഥാപിച്ചു. അതിന്റെ ലീഫിലേക്ക് വന്ന് ശക്തമായിട്ട് അടിക്കുകയാണ്. ആ ജനറേറ്റർ കറങ്ങുകയാണ്. അതിൽ നിന്ന് കരണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ കരണ്ട് അവിടെ സ്വരൂപിച്ചു വയ്ക്കാൻ വേറെയൊരു സംഗതി അവിടെ നിന്ന് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് പോയി. എവിടുന്ന മെയിൻ സ്റ്റേഷൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടേക്ക് വന്നു. അവിടെ നിന്ന് സബ് സ്റ്റേഷനിലേക്ക് വന്നു. സബ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെയൊക്കെ ഇലക്ട്രിസിറ്റി ഭാഗത്തേക്ക് വന്നു. അവിടങ്ങളിലായി ചെറിയ ട്രാൻസ്ഫോമർ വെച്ചു. അവിടെ നിന്ന് വീണ്ടും പോസ്റ്റ് ഇട്ടു. അവിടെ നിന്നൊരു സർവീസ് ലൈൻ വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് സ്വിച്ചിടുമ്പോൾ നമുക്കത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ട് മക്കളെ? എന്നാൽ നമ്മുടെ വീട്ടിൽ കരണ്ട് എത്തിക്കാൻ ഗവൺമെന്റിന് വന്ന ചെലവ് വളരെ വലുതാ. അങ്ങനെയെങ്കിൽ ഞാനൊരു വസ്തുത പറയുന്നത് കേൾക്കണം. ഇത് ദാനമാ, രക്ഷദാനമാ. വിശ്വസിച്ചാ മതി. അതല്ലേ 2:8 എഫേസ്യർ വായിക്കുന്നത്. എന്ത് ഒന്നിച്ചു പറയാം നമുക്ക്? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഒരു പ്രവൃത്തിയും കൂടാതെ ദൈവം വിശ്വാസത്താൽ ഈ രക്ഷ തരേണ്ടതിന് ഗോൽഗോഥാ മലയിൽ നാട്ടപ്പെട്ട കുരിശിന്മേൽ തന്റെ പുത്രനെ തകർത്തുകൊണ്ടാണ് അത് ചെലവ് ചെയ്ത് ഒരുക്കിയത്. അതുകൊണ്ട് ഈ രാത്രിയിൽ വന്നിരിക്കുന്നവരോടും പുറത്തന്നെ കേൾക്കുന്നവരോടും പറയുക, കർമ്മമാർഗം എവിടെ? അരപൈസ മുടക്കണ്ടേ, അരമൈൽ നടക്കണ്ട. ഇന്ന് രാത്രി ദൈവപുത്രനിൽ ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്താൽ നിനക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും. കർത്താവ് സഹായിക്കട്ടെ. ആകയാൽ സുവിശേഷത്തിന്റെ 3ാമത്തെ സവിശേഷത ഇത് ദൈവത്തിന്റെ ദാനമാണ്. 4ാമത്തെ സവിശേഷത എന്താണ്? വീണ്ടും അതിന്റെ 6ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം നോക്കിയാട്ട് ബൈബിൾ കയ്യിലുണ്ടല്ലോ. 1:6 ഒടുവിൽ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഈ സുവിശേഷത്തിന്റെ 4ാമത്തെ പ്രത്യേകത ഇത് ഫലം കായ്ക്കുന്നതാണ്. നമ്മളോടൊക്കെ ചിലർ ചോദിക്കും, എടോ മൈക്കില്ലേ? ഉണ്ട്. പിന്നെ ഇതിനെ ഈ തൊണ്ട കീറുന്നത് മനുഷ്യനെ കേൾപ്പിക്കാൻ. ഇത് കേൾപ്പിച്ചിട്ട് എന്തെന്നാ ഫലം? ചിലർ ഹിന്ദിയും മലയാളവും കൂടെ ചേർത്താ ചോദിക്കുന്നത്. ക്യാ ഫലം? എന്താ ഫലമെന്നാ ചോദിക്കുന്നത്. ഇതുകൊണ്ട് എന്താ ഫലം? നിങ്ങൾ ഈ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് കൊണ്ട് എന്താ ഫലം? തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ നിന്നുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരൻ പ്രസംഗിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെയും BJPക്കാരെയും എതിർത്തുകൊണ്ട് പ്രസംഗിക്കും. ആ പ്രസംഗം കൊണ്ട് ക്യാ ഫലം? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസംഗിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരനെയും BJPക്കാരനെയും എതിർത്തുകൊണ്ട് പ്രസംഗിക്കും. അത് കേൾക്കുന്നവർക്ക് എന്ത് ഫലം? ഇനിയൊരു BJPക്കാരൻ പ്രസംഗിച്ചാലോ കോൺഗ്രസ്സുകാരനെ കമ്മ്യൂണിസ്റ്റുകാരനെയും എതിർത്തുകൊണ്ട് പ്രസംഗിക്കും. അതുകൊണ്ട് എന്താ ഫലം? ഒരു ഫലവുമില്ല. കുറെ പെണ്ണ് കേസ് കേൾക്കാം, അതല്ലേ ഉള്ളൂ. കുറെ പെണ്ണ് കേസ് കേൾക്കാം. ഏതായാലും ആ ഉമ്മൻചാണ്ടി അടക്കിയതോടുകൂടെ അതിനൊരു അറുതി വന്നു. ഇനി ഏതൊക്കെ കേസ് പൊങ്ങുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. പോട്ടെ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എന്താ ഫലം വരുന്നത്? നിങ്ങൾ പറ. ഇവിടെ എത്രയോ മതപ്രസംഗങ്ങൾ നടക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ചാണ്ടപ്പിള്ള ഫിലിപ്പ് ചോദിക്കുക, ഇവിടെ എത്രയോ മതപ്രസംഗങ്ങൾ നടക്കുന്നു. വിശാലമായ മതപ്രസംഗങ്ങൾ, മതസമ്മേളനങ്ങൾ നടക്കുന്നു. അവിടെ നടക്കുന്ന മതപ്രസംഗങ്ങൾ കൊണ്ട് ആർക്കെന്താണ് ഗുണം വരുന്നത്? എന്നാൽ ഇന്ന് രാത്രി എനിക്കിവിടെ നിന്നുകൊണ്ട് പറയാം, സുവിശേഷ പ്രസംഗ നിമിത്തമായി എനിക്ക് ഗുണം വന്നുവെന്ന് ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയും, ദൈവത്തിനു സ്തോത്രം. ഇത് ഫലം കായ്ക്കുന്നതാണ്.
അന്നു മോനെ, എൻ്റെ വയസ്സ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടതും വേലയ്ക്കിറങ്ങിയതും എത്ര വർഷമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതാണ്ടാണ് പുറകിൽ നിന്ന് പറയുന്നു, 70 തികഞ്ഞു, 71 കയറി തോന്നുകയില്ല. അത് മനസ്സിൻ്റെ നന്മ കൊണ്ടാ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ 19-ാം വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. തലവടിയിൽ ഒരു ദൈവദാസൻ കൂടെ മോനെ വീട്ടിൽ വരുമായിരുന്നു. ഞാൻ തുറന്നു പറയാം, ചർച്ചക്കോടിലെ ഒരു പാസ്റ്റർ, ഇന്ന് അദ്ദേഹം ക്ഷീണം ആണ്. ഇവിടെ പായിപ്പാട് അദ്ദേഹം താമസിക്കുക. അദ്ദേഹം അന്ന് എടുത്തുവ സഭയുടെ ആളാണ്. ഞാനന്ന് CSIയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുന്തിരിക്കല്. എങ്കിലും അദ്ദേഹം കൂടെ വന്നെന്നോട് സുവിശേഷം പറയും. 19 വയസ്സേ അന്നുള്ളൂ. ഒരു ദിവസം അദ്ദേഹം നേരത്തെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ഒരു യോഗമുണ്ട്, നീ വരണം. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ യോഗം ഒരുപാട് കിടക്കുന്നു, അതിനുപോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. അല്ല, നീ ഇന്ന് വരണം. അദ്ദേഹം നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം മുൻപിലും ഞാൻ പുറകിലുമാണ്. ഏതാണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു 20 അടി അകലമുണ്ട്. കാരണം മറ്റുള്ളവരെ ഇയാളുടെ കൂടെ പോവുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്, അതുകൊണ്ട് ഇങ്ങനെ പോവുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ കൊണ്ടുപോകുന്ന പോലെ ഈ പുള്ളി തിരിഞ്ഞു നോക്കി എന്നെ കൊണ്ട് പോവുക. അങ്ങനെ പോയി ആ യോഗ സ്ഥലത്ത് വന്ന്, ഇതുപോലെ ഒരു വീട്ടുമുറ്റമാണ്, എല്ലാ ട്യൂബുകളും തെളിഞ്ഞു നിൽപ്പുണ്ട്. ഇതുപോലെ കസേരയൊന്നും അക്കാലത്ത് ഇരിക്കാനില്ല. പ്രായമുള്ളവരോട് ചോദിച്ചാൽ അറിയാം. ഓലക്കീറും ഇങ്ങനെ മെടഞ്ഞുള്ള പന്തലും അത് തന്നെ ഇരിക്കാൻ കൊടുക്കുക. ഓലക്കീറി ഇന്ന് വല്ലവരും കിട്ടുമോ? കസേര തന്നെ കൊടുത്താൽ തൃപ്തിയില്ല. അത് തിരിഞ്ഞും മറിഞ്ഞും നോക്കും, വല്ല ചെളിയോ പോറലോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെ അതങ്ങോട്ട് മാറ്റിയിട്ട് ആ പുറയിൽ കിടക്കുന്ന എടുത്ത് മുന്നോട്ടാക്കി അവിടെ ഇരിക്കും. പക്ഷേ അന്നെല്ലാവരും സോഷ്യലിസമാണ്, സമത്വമാണ്. എല്ലാവരും ഓലക്കീറിലായിരിക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും കസേരയിൽ ഇരിക്കണമെങ്കിൽ അന്നത്തെ സമയത്ത് 25 പൈസ 4 അണ കൊടുക്കണം. കൊടുത്താൽ കസേരയിലിരിക്കുക. അത് എത്ര പേർക്ക് കഴിയും? എല്ലാവരും ഇരിക്കുക. ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ കയറിയിരിക്കെ. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മടി. അപ്പം ഞാൻ പറഞ്ഞു, അല്പം ആ ഇരുളിൻ്റെ മറവിൽ എനിക്ക് കാണാം ഉപദേശി പ്രസംഗിക്കുന്നത്. ഞാൻ ഇരുളിൻ്റെ മറവിൽ ഒരു കരിങ്കൽ കൂനയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നോളാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അവിടെ എല്ലാം ഇരുട്ടാണ്. അവിടെ ഇരുട്ടാണ്, എന്നിൽ ഇരുട്ടാണ്, ഞാൻ ഇരുട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുക. ഈ രാത്രി ഞാൻ പറയട്ടെ, അന്ന് ശക്തമായ സുവിശേഷം. എന്നോട് പാസ്റ്റർമാർക്കൊന്നും തോന്നരുത്, അന്നത്തെ ദൈവദാസന്മാരൊക്കെ നന്നായി വചനം പറയുമായിരുന്നു. ഇന്ന് വളരെ കുറവാണ്. അത് പറയുമ്പോൾ എന്നോട് ഒന്നും തോന്നരുത്. തോന്നിയാലും കുഴപ്പമില്ല, ഏത് ഒറ്റ രാത്രി യോഗമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇദ്ദേഹം അന്ന് ശക്തമായി ദൈവവചനം പറഞ്ഞു. ഞാൻ പറയട്ടെ മക്കളെ, എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. ഞാനൊരു പാപിയാണ്. 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ഞാനൊരു പാപിയാണെന്നും നരകത്തിലേക്ക് പോകുന്നവനാണെന്നും എനിക്ക് ബോധ്യമായി. ഒടുവിൽ അദ്ദേഹം ഒരു ആഹ്വാനം കൊടുത്തു. ഞാൻ ആ കരിങ്കൽ കൂനയിൽ നിന്ന് എഴുന്നേറ്റ് വെളിച്ചത്തിലേക്ക് ചെന്ന് കണ്ണുനീരോടുകൂടി ഇങ്ങനെ പറഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്രനായ യേശുവിനെ ഈ രാത്രി എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നെന്ന്. അന്ന് സുവിശേഷം എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം. അതിനുശേഷമാണ് ദൈവവചനം സ്നാനപ്പെടുകയും ദൈവവചനം പഠിക്കാൻ പോവുകയും ചെയ്തത്. അത് കൊല്ലത്തുള്ള ഒരു ബാപ്റ്റിസ്റ്റുകാരുടെ, ഇൻഡിപെൻഡന്റ് ബാപ്റ്റിസ്റ്റ് അറിയാമല്ലോ, ആദിച്ചനെല്ലൂരുകാരനാണ്. അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഞാൻ പഠിക്കാനായിട്ട് പോയി. അങ്ങനെ പഠിച്ച് കർത്താവ് വേലയ്ക്കിറക്കി. അങ്ങനെ 22 വയസ്സ് കഴിഞ്ഞപ്പോൾ ദൈവവേലയ്ക്കിറങ്ങിയ മനുഷ്യന് ഏതെല്ലാം അനുഭവങ്ങളിലൂടെ പോയി. അങ്ങനെ ആദ്യം ഇറങ്ങുമ്പോൾ ഇതുപോലെ വടി പോലെ നിൽക്കുന്ന ഷർട്ടും മുണ്ടും ഒന്നും ഇല്ലായിരുന്നു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവനായി. ആഹാരം ഒരു നേരത്തെ വയറ് നിറച്ച് കഴിക്കാനില്ലാത്തവനായിട്ടൊക്കെ ജീവിച്ചവനാണ്. ഞാൻ പലപ്പോഴും പറയും, ഇന്നലെ പട്ടിണിയെങ്കിലും ഉണ്ടായിരുന്നു, ഇന്ന് അതുമില്ല. ആ ഒരവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നീണ്ട 49 വർഷം ജീവിക്കുന്നു. ഞാൻ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഈ സുവിശേഷം നിമിത്തമായിട്ട് വന്നു. കർത്താവിൻ്റെ കൃപയാൽ പ്രസംഗിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും ആളുകൾ ഈ രൂപാന്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അനേക സഭകൾ അത് മുഖാന്തരമായിട്ടുണ്ടായിട്ടുണ്ട്. പലരും കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഇന്നും രൂപാന്തരം എത്ര വലുതാണെന്നറിയാമോ? ഞാനൊരു വസ്തുതയുടെ പറഞ്ഞ ആ ഭാഗം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളുമൊക്കെ വിചാരിക്കുന്നത് എന്താ? എങ്ങനെങ്കിലും മനുഷ്യരെ ഒന്ന് നന്നാക്കണം. എന്തെല്ലാം ലഹരി മരുന്നിന്റെ പേരാണ് ഇല്ലേ ഈയിടെ ഇറങ്ങിയത്? എന്തെന്ന MAW, എന്തെന്ന കോളേജിൽ ഡിഗ്രി കൊടുക്കുന്ന ടൈപ്പിലുള്ള ഒരു MDMA. റൈറ്റ്, അതെല്ലാം കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. MDMA
അപ്പൊ MDMA തുടങ്ങിയ ലഹരി പദാർത്ഥം ഇതെങ്ങനെ കൊച്ചുങ്ങളെ നന്നാക്കാമെന്ന്, രൂപാന്തരം എങ്ങനെ വരുത്താം? ഞാനൊരു വസ്തുത പറയാം. മനുഷ്യന് രൂപാന്തരം കൊടുക്കാൻ സത്യമായിട്ട് പറയുക, ഇവിടെ ഒരു വിദ്യാഭ്യാസത്തിനും കഴിയത്തില്ല. മനുഷ്യന് രൂപാന്തരം കൊടുക്കുവാൻ ഇവിടെ ഒരു ബോധവൽക്കരണ ക്ലാസുകൾക്കും കഴിയുകയില്ല. എങ്ങനെ കഴിയും? ഞാനിങ്ങനെ പറയാം, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയുകയില്ല. മനുഷ്യരെ കലാപത്താൽ കലുഷിതമായ ഈ ലോകത്തെ എങ്ങനെ നന്നാക്കാമെന്ന പലരും ചിന്തിക്കുന്നത്. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചെറിയ കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരു വേൾഡ് മാപ്പ് ഒരു വീടിന്റെ ഭിത്തിയിൽ ഒരു മുറിയിൽ തൂങ്ങിക്കിടക്കുക. ഒരു പ്രൊഫസറുടെ വീടാണ്, കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ. അദ്ദേഹം രാവിലെ പഠിപ്പിക്കാനുള്ള പാഠങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ 6 വയസ്സ് വരുന്ന തൻ്റെ മകൻ വന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇവനെ അടിച്ച് അടുത്ത മുറിയിലേക്ക് മാറ്റാൻ പ്രൊഫസർക്ക് ഇഷ്ടമില്ല, അടിക്കാനൊന്നും ഇഷ്ടമില്ല. ഇവനെ ഒന്ന് ഒഴിവാക്കാൻ എന്നാ മാർഗമെന്ന് നോക്കിയപ്പോൾ ഈ വേൾഡ് മാപ്പ് കണ്ടു. അതിഞ്ഞ് എടുത്തു. അതൊരു 5-6 കഷണമായിട്ട് കീറി ഈ തുണ്ട് ഈ ചെറുക്കൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, അടുത്ത മുറിയിൽ പോയി ഈ വേൾഡ് മാപ്പ് മുമ്പായിരുന്നതുപോലെ ഒട്ടിച്ചിങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. പ്രൊഫസർക്കറിയാം ഇവനെ കൊണ്ട് പറ്റുകയില്ല, എന്നാൽ ശല്യം കൂടാതെ പാഠം തയ്യാറാക്കാം എന്നേ അദ്ദേഹം വിചാരിച്ചുള്ളൂ. അപ്പുറത്തെ റൂമിൽ ഇവൻ എടുത്തുകൊണ്ട് പോയി ഡോക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മിടുക്കൻ ഇതെല്ലാം ഒട്ടിച്ച് ഈ പ്രൊഫസറുടെ അടുക്കൽ കൊണ്ടുവരും. ഡാഡി ഇതാ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഇന്ത്യ വരേണ്ടടുത്ത് ഇന്ത്യ, ചൈന വരേണ്ടടുത്ത് ചൈന, ഓരോ രാജ്യങ്ങളും വരേണ്ട സ്ഥാനത്ത് വരുത്തി. ഈ പ്രൊഫസർക്ക് വലിയ അത്ഭുതം, എങ്ങനെ പറ്റിയടാ ഇത്, നിനക്ക് ഈ രാജ്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുവരാൻ? അവൻ പറഞ്ഞു, ഡാഡി ഈ രാജ്യങ്ങളൊക്കെ എവിടെ കിടക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ കടലാസ് കഷണത്തിൽ ഒന്ന് ഞാൻ മറിച്ചിട്ടപ്പോൾ ഒരു മനുഷ്യന്റെ തല കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മാപ്പിന്റെ പുറകിൽ ഒരു മനുഷ്യന്റെ പടമാണ്. അതെവിടൊക്കെ വരണമെന്ന് എനിക്കറിയാം. അങ്ങനെ തല കൊണ്ടുവരേണ്ടടുത്ത് തല, ഉടല് കൊണ്ടുവരേണ്ടടുത്ത് ഉടല്, കൈകളും കാലുകളും കൊണ്ടുവരേണ്ടടുത്ത് അത് കൊണ്ടുവന്നു. ഞാനത് ഒട്ടിച്ചു. തിരിച്ചിട്ടപ്പോൾ മാപ്പങ്ങ് ശരിയായി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പ്രൊഫസർ അതിലൂടെ പഠിച്ച പാഠം എന്നാന്നറിയാമോ? ഈ വേൾഡ് നന്നാകണമെങ്കിൽ ഇതിന്റെ പിൻബലത്തെ മനുഷ്യൻ നന്നാകണം. വേൾഡ് നന്നാകണമെങ്കിൽ മനുഷ്യൻ നന്നാകണം. ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. കേരളത്തിലുണ്ടായിരുന്നവർ ഒരാൾ പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ, പക്ഷെ എങ്ങനെ നന്നാകും? അദ്ദേഹത്തിന്റെ മതത്തിന് പോലും മനുഷ്യനെ നന്നാക്കാൻ കഴിയുന്നില്ലല്ലോ, എങ്ങനെ നന്നാകും? എന്നാൽ എന്റെ കർത്താവ് രൂപാന്തരം കൊടുത്തിട്ടുണ്ട്. കൊലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട്, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് ഡെമസ്കോസിൽ പാർക്കുന്ന ക്രൈസ്തവരെ മുച്ചൂടും മുടിച്ചു കളയുവാൻ അരയും തലയും മുറുക്കിപ്പോകുന്ന തർസോസുകാരന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം കൊടുത്തത് യേശുക്രിസ്തുവാണ്. ഇവിടെ ഇരിക്കുന്ന അനേകർക്കത് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് യേശുക്രിസ്തു രൂപാന്തരം വരുത്തുന്നു. ഇന്ന് രാത്രി മദ്യപാനത്താൽ, ലഹരി പദാർത്ഥത്താൽ കുടുംബത്തിൽ സമാധാനമില്ലാതെ കലകിച്ച് കഴിയുന്ന ജീവിതങ്ങളോട് വളരെ വ്യക്തമായി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എത്ര വലിയ രൂപാന്തരം, എത്ര വലിയ രൂപാന്തരം! ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സുവിശേഷം ഫലം കായ്ക്കുന്നതാണ്. ഇനിയും അടുത്തത് ഈ സുവിശേഷത്തിന്റെ സവിശേഷത 3-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയാട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. 3-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. നോക്കണം, ഈ സുവിശേഷത്തിന്റെ എത്രാമത്തെ പ്രത്യേകത? 5-ാമത്തെ പ്രത്യേകത. എന്താണ് ഈ സുവിശേഷം? പ്രത്യാശ നൽകുന്നതാണ്. സ്തോത്രം! ഈ സുവിശേഷം പ്രത്യാശ നൽകുന്നതാണ്. ഇന്നത്തെ പ്രത്യയ ശാസ്ത്രങ്ങളും നമുക്ക് പ്രത്യാശ നൽകുന്നു. എന്താ? നമ്മൾ കൊയ്യും വയലേലകളെല്ലാം നമ്മുടേതാകും. പൈങ്കിളിയെ പ്രത്യാശ നൽകുക. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. മിക്കവാറും പുതിയ ലോകം നേടി നേടി നമ്മളൊക്കെ അധോലോകത്തിലേക്ക് പോകാറായി. പോട്ടെ, ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതാണ് ലോകം തരുന്ന പ്രത്യാശ. ഈ ലോകത്തിൽ കേൾക്കുക, നിർത്താൻ പോവുക, പുസ്തകം മടക്കാൻ പോവുക. ഭാവിയോടുള്ള ബന്ധത്തിൽ ലോകത്തിലെ മനുഷ്യരെ 3ആയി
ഒരു ദൈവദാസൻ തിരിച്ചിട്ടുണ്ട്, ഒരു ചിന്തകൻ തിരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ: ഒന്നാമത്തെ കൂട്ടർ ഭാവിയെ അവഗണിക്കുന്നവരാണ്. അവർക്ക് ഈ ദൈവം, സ്വർഗം, മരണം, മരണാനന്തര ജീവിതം ഇതൊക്കെ കേൾക്കുന്നത് വലിയ അവഗണനയാണ്. അവർക്ക് നമ്മളെയൊക്കെ ഇങ്ങനെ കാതും കഴുത്തും ഒക്കെ പറിച്ച് നടക്കുന്നത് കാണുന്നത് തന്നെ പിടിക്കത്തില്ലല്ലേ? അവർക്ക് പിടിക്കത്തില്ല, അവർക്ക് ഇഷ്ടമല്ല. എന്നെ പോലെ ഇങ്ങനെ ക്ലീൻ സേവ് ഒക്കെ ചെയ്ത് ഒക്കെ പോകുന്നവരൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവരെന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെയൊക്കെ ഒരു പടിതിയെ, അങ്ങനെയാ ചോദിക്കുന്നത്, നിങ്ങളുടെയൊക്കെ ഒരു പടിതിയെ. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്താ ഞങ്ങളുടെ പടിതിക്ക് കുഴപ്പം? നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് വലിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് കുടിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് തൊടാൻ പറ്റുമോ? ഇത് കേട്ട് കഴിയുമ്പോൾ ഞാൻ ചോദിക്കടാ മോനെ, നിന്റെ ഒരു പടിതിയെ. അപ്പോൾ അവൻ ചോദിക്കൂ, എൻ്റെ പടിതിക്ക് എന്താ കുഴപ്പം? ഞാൻ പറയും, കണ്ണ് കണ്ട് കണ്ണും കുഴിഞ്ഞ്, വലിച്ചു കവിള് കൂട്ടി, കുടിച്ചു കുടലും കരിഞ്ഞ്, തൊട്ടല്ല രോഗങ്ങളും വരുത്തി, നിന്റെ ഒരു പടിതിയെ. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, അവർ പറയുന്നത് ഇത് അവഗണിക്കുക. ഇതൊന്നുമില്ല, ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, മനുഷ്യന് മരണാനന്തര ജീവിതമില്ല, എല്ലാം അവഗണിക്കുന്നവരാണ് ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത് മറ്റൊരു കൂട്ടരുണ്ട്, ഭാവിയെ അവഗണിക്കുന്നവരല്ല. അവർ ഭാവിയെ ഭയപ്പെടുന്നവരാ. സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ പേടി, മരണത്തെക്കുറിച്ച് കേട്ടാൽ പേടി, ദൈവത്തെക്കുറിച്ച് കേട്ടാൽ പേടി, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കേട്ടാൽ പേടി, ആകെ പേടിയാ. ഞാൻ ഓർക്കുന്നുണ്ട് 1990കളിൽ ഏതോ ഒരു വർഷം ഞാൻ അടൂരിനടുത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. നല്ല നടന്ന കാര്യമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാര്യം എൻ്റെ പേര് പിള്ളയെന്നല്ലേ, പിള്ള മനസ്സിൽ കള്ളം ഇല്ലല്ലോ. അപ്പോൾ ഉള്ളതേ പറയത്തുള്ളൂ, സത്യമേ പറയത്തുള്ളൂ. അങ്ങനെ അടൂരിനടുത്തൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് ചെന്നു. അങ്ങനെ മീറ്റിങ്ങിന് ചെന്ന് ഞാൻ ശനിയാഴ്ച രാത്രിയിൽ ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞു. നല്ലൊരു കൂട്ടമുണ്ട്. അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒരു ദൈവദാസൻ വന്നിട്ടുണ്ട് ഫിലിം കാണിക്കാൻ. ആ ഫിലിമിന്റെ പേര് ബേണിംഗ് ഹെൽ, എരിയുന്ന നരകം. നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടോ? എരിയുന്ന, അതാണ്. ഈ യോഗം നടക്കുന്നുണ്ടല്ലോ സഭക്കാരുടെ ഗ്രൗണ്ടിലല്ല, വേറെ ഒരു സുഹൃത്തിന്റെ സ്ഥലത്താണ്. അദ്ദേഹവും ക്രൈസ്തവനാ, പക്ഷെ ഈ സഭക്കാരനല്ല, അദ്ദേഹത്തിന്റെ സ്ഥലത്താണ്. നടന്ന കാര്യമാ. നേരം വെളുത്ത് ഞായറാഴ്ച രാവിലെ ഇദ്ദേഹം വന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തുക. ഈ വീട്ടുകാരൻ പെട്ടെന്ന് എന്ന് വാതിൽ തുറന്നുടൻ ഇത് വീട്ടുകാരൻ ചോദിച്ചു, എന്താ രാവിലെ വന്നത്? അപ്പം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ യോഗം നടത്താൻ അടുത്ത വർഷം മുതൽ സ്ഥലം തരികയില്ലെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, അതെന്താ തരാത്തത്? പ്രസംഗത്തിൽ വലിയൊരു കുറ്റം പറഞ്ഞു. ഇല്ല, പ്രസംഗമൊക്കെ ഡീസൻ്റ് ആയിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, അതുകൊണ്ട് പിന്നെന്താ തരാത്തത്? പ്രസംഗം കഴിഞ്ഞ് എന്താ നിങ്ങൾ കാണിച്ചത്? അപ്പം ഇദ്ദേഹം പറഞ്ഞു, എരിയുന്ന നരകം, ബേണിംഗ് ഹെൽ ഫിലിം കാണിച്ചു. ആ മനുഷ്യന്റെ വാക്ക് അങ്ങനെ തന്നെ ഞാൻ പറയാൻ പോവുക. അദ്ദേഹം പറയുക, കുന്തം, എൻ്റെ അഴലെടുത്തു പോയി. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നോക്കണം, നരകം കണ്ടില്ല, നരകത്തിൽ പോയില്ല, നരകത്തിന്റെ ഒരു പടം കണ്ടതേ ഉള്ളൂ, പുള്ളിക്ക് ഉറക്കം വന്നില്ല. ഇങ്ങനെ ഭാവിയെ ഭയപ്പെടുന്ന രണ്ടാമത്തെ കൂട്ടര്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവര് ഭാവിയെ അവഗണിക്കുന്നവരല്ല, ഭാവിയെ ഭയപ്പെടുന്നവരല്ല. ഭാവിയുടെ ചക്രവാളത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചു കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ, പ്രത്യാശയുള്ളവര്. അവർക്കൊരു പാട്ട് പാടാനുണ്ട്. എന്താണ് അവര് പാടുന്നത്? എന്താണ് അവർക്ക് പാടാനുള്ളത്? സ്വർഗനാട്ടിലൻ പ്രിയൻ കർത്തൃ കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ, കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ, ആശയേറുന്നേ നിന്നെ കാണുവാൻ, ആമേനേശുവേ വരണേ, ആശയേറുന്നേ നിന്നെ കാണുവാൻ, ആമേനേശുവേ വരണേ, സ്വർഗനാട്ടിലൻ പ്രിയൻ സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ, മമകാന്തനെ ഒന്നു കാണുവാൻ, മനം കാത്തു പാട്ടിടും, മമകാന്തനെ
ഭാവിയെ പ്രത്യാശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഞാൻ പുസ്തകം മടക്കിക്കൊണ്ട് ആ പ്രത്യാശയെക്കുറിച്ചും 2 വാചകം പറയട്ടെ. എന്താണ് പ്രത്യാശ? എന്താ പ്രത്യാശ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവാ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. അത് വായിച്ചിട്ടില്ലേ? ഇല്ല, അത് വായിച്ചിട്ടില്ല. നമ്മൾ വായിക്കുന്നത് മുഴുവൻ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ഇത് വായിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരുന്നോളാം. ഈ വാക്യമൊക്കെ നമ്മുടെ ഹൃദയത്തെ തുടിപ്പിക്കണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്ന ക്രിസ്തു ആരാ പറഞ്ഞേ? മഹത്വത്തിന്റെ, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആരിലൊക്കെയുണ്ടോ അവർക്ക് ഈ പ്രത്യാശയുണ്ട്. സുവിശേഷം പ്രത്യാശയെ വെളിപ്പെടുത്തുന്നു. ഇനിയും ക്രിസ്തു വേഗത്തിൽ വരാൻ പോകുകയാണ്. നമ്മൾ കാത്തിരിക്കുക. നമ്മളൊക്കെ കാത്തിരിപ്പുകാരാ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 ഒന്നിച്ചു പറയാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് വരുന്നു, വേഗത്തിൽ വരുന്നു. എപ്പം വരുമെന്നറിഞ്ഞുകൂടാ. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഒരുപക്ഷെ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരാം. ഈ പ്രസംഗത്തിന്റെ ഒടുവിൽ വരാം. പ്രാർത്ഥിച്ച ആശീർവാദം പറയുമ്പോൾ വരാം. ഭവനത്തിലേക്ക് പോകുന്ന വഴി വരാം. ഇന്ന് അത്താഴം ഉണ്ടുകൊണ്ടിരുന്ന ഇരിക്കുമ്പം വരാം. ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം വരാം. കിടക്കയിൽ വരാം. രാത്രിയിൽ വരാം. പാതിരാത്രിയിൽ വരാം. വെളുപ്പാങ്കാലത്തും വരാം. ഏത് നിമിഷത്തിലും വരാം. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു വെളിപ്പെടാൻ പോവുകയാണ്. എന്ന് വിശ്വാസത്താൽ കാണുന്നവനെ നാം നേരി കാണാൻ പോവുകയാണ്. ഇഷ്ടമില്ലേ കാണാൻ? ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പത്രോസ് എന്താ പറയുന്നെന്നറിയാമോ? നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും ആരാ പറഞ്ഞത്? 100 മാർക്ക്. നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. എന്തൊരു വചനമാ അത്! എന്തൊരു വചനമാ! നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും കാണാത്ത ഒരുത്തനെ സ്നേഹിക്കുക. ഒന്ന് ഓർത്തേ, കാണാത്ത ഒരുത്തനെ സ്നേഹിക്കുക. ഇവിടെ കണ്ടിട്ടുള്ള ഭർത്താവിനെയും ഭാര്യയും സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇത് കാണാത്ത ഒരുത്തനെ സ്നേഹിക്കുക. കാണാത്ത ഒരുത്തനെ. ഹല്ലേലൂയ. പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഒരിക്കല് നിന്നയ്ക്കും തുപ്പലിനും മറച്ചു വെക്കാൻ ആ മുഖം മുതുകടിച്ചുഴവയാലുകളെ പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, കവളത്ത് മുഷ്ടി ചുരുട്ടി കുത്തേറ്റവനായി, തല്ലേറ്റവനായി, കാൽവറിയിലെ ക്രൂശിൽ 3 ആണികളാൽ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടവനായി, വിലാപ്പുറ കുന്തത്താൽ തുളയ്ക്കപ്പെട്ടവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി തീർന്നവനെ നാം ഇന്ന് വിശ്വാസത്തിന്റെ കണ്ണാൽ കാണുകയാണ്. വിശ്വാസത്തിന്റെ കണ്ണ്. ഹല്ലേലൂയ. സന്തോഷം വരുന്നില്ലേ? വിശ്വാസത്തിന്റെ കണ്ണ്. കണ്ടില്ല, നമ്മൾ ഇതുവരെ കണ്ടില്ല. കാണുന്നു. വിശ്വാസത്താൽ കാണും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ കാണുന്നു. എന്നാൽ ഇനിയും മുഖാമുഖമായി ഇല്ലേ അമ്മച്ചിയെ? കാണും. ഈ സ്ഥിതിയൊക്കെ അങ്ങ് മാറുമെന്ന്. ഈ സ്ഥിതിയൊക്കെ മാറും. തന്റെ മഹത്വമുള്ള ശരീരത്തോട് ഈ താഴ്ചയുള്ള ശരീരം എന്ത് ചെയ്യും? ആന്നു മോനെ, രൂപാന്തരപ്പെടും. അന്ന് എത്ര വയസ്സ് കാണും എല്ലാവർക്കും? ഇതെന്നാ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര വയസ്സ് കാണും? യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ ഞാനും ഒരു യൗവനക്കാരനായിരിക്കും. കാര്യം 33.5 വയസ്സിലാണ് ഇവിടുന്ന് അദ്ദേഹം പോയത്. പറ, നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കട്ടെ. 33.5 വയസ്സിലാണ് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ക്രിസ്തു ഇവിടെ നിന്ന് പോയത്. ആ മഹത്വമുള്ള ശരീരത്തോട് 70 വയസ്സുള്ള ഞാൻ അനുരൂപപ്പെടുമ്പോൾ ഞാനും ഒരു യൗവനക്കാരനായിരിക്കും. ഹല്ലേലൂയ. അമ്മച്ചിമാർക്കൊക്കെ വലിയ സന്തോഷമാണ്. യൗവനക്കാരെത്തികളാകും.
കാരണം 110 ബൈബിള് പഠിക്കണമെന്നേ. 110 സങ്കീർത്തനം 3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ സേനാ ദിവസത്തിൽ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളാകുന്ന മഞ്ഞ് അവന് പുറപ്പെട്ടു വരും. ഹല്ലേലൂയ! യേശു വരാൻ പോകുക. അന്ന് നാം അവനെ കാണും മക്കളെ, കാണും. അവനെ കാണും കേട്ടോ, അവനെ കാണും. യോഹന്നാന്റെ 1 ലേഖനം 3:2 പറയുന്നു, എന്താ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ബാക്കി പൂരിപ്പിച്ചാട്ടെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം താനിരിക്കും പോലെ കാണുന്നതാകുകൊണ്ട്. കേട്ടോടാ മോനെ, ഇന്ന് വായിക്കുന്നതിനൊക്കെ എവിടെ ഉണ്ടടാ മോനെ പ്രതിഫലം? അന്ന് കാണും. ഇയ്യോബ് എന്താ പറയുന്നത്? അന്യനല്ല, അന്യന്റേതല്ല, എന്റെ സ്വന്തം കണ്ണാൽ, ഹല്ലേലൂയ, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ദൈവമേ, എന്തോ ഒരു സന്തോഷമാ ഇല്ലേ? എന്തോ ഒരു സന്തോഷമാ. ദൈവദാസന്മാര് ചിലര് പറയും, എനിക്ക് ആ പേർഷ്യൊന്ന് കണ്ട മാണ്ട. അയ്യോ, സ്വർഗമല്ല. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഞാൻ പൊട്ടനാന്ന് വിചാരിക്കരുത്. സ്വർഗത്തിൽ പോവുക എന്നുള്ളതല്ല എന്റെ വിഷയം, എന്റെ യേശുവിനെ കാണുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മതി സ്വർഗം. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ എനിക്ക് കാണണം. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കും. ഹല്ലേലൂയ. വാക്ക് ഞാൻ എവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷത്തിന്റെ 1 സവിശേഷത ഇത് സത്യവചനമാണ്. 2 സവിശേഷത ഇത് സാർവത്രികമാണ്. 3 സവിശേഷത ദൈവകൃപയെക്കുറിച്ച് പറയുന്നതാണ്. 4 സവിശേഷത ഇത് ഫലം കായ്ക്കുന്നതാണ്. 5 സവിശേഷത ഇത് പ്രത്യാശയെ വെളിപ്പെടുത്തുന്നതാണ്. കൃപയാൽ ആ പ്രത്യാശ നമുക്ക് കിട്ടി ഇല്ലേ? കിട്ടി. പ്രശ്നങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ദീർഘകാലമായി രോഗങ്ങളും വേദനകളുമായി കഴിയുന്നവർ ഒരുപക്ഷെ ഇവിടെ വന്നിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ മനസ്സും അടുക്കുന്നില്ല, അവരുടെ ഹൃദയം പടഞ്ഞിരിക്കുകയാണ് ആത്മനാഥനെ ഒരു നോക്കുന്നു കാണാൻ. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നത് എപ്പോഴാണ്? വരാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ. അതാണ് പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ. ഈ പറയുന്ന രോഗം എല്ലാവർക്കും ഉണ്ടെന്നേ. സാറേ, ഞാൻ നിർത്താൻ പോവാ. ഈ പറയുന്ന രോഗം ക്യാൻസറാണോ? ലോകത്തിലെ ആളുകൾക്ക് അതുണ്ട്. കിഡ്നി ഫെയിലായോ? പലർക്കും ഉണ്ടത്. ഡയാലിസിസ് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഇതെല്ലാം ഉണ്ടെങ്കിലും അവരെക്കാൾ നമ്മെ വ്യത്യാസപ്പെടുത്തുന്നത് ഇത് തൽക്കാലമാണെന്നുള്ള ചിന്തയാ. എന്റെ ക്യാൻസർ രോഗം തൽക്കാലം, എന്റെ കിഡ്നി രോഗം തൽക്കാലം, എന്റെ പ്രമേഹ രോഗം തൽക്കാലം, എന്റെ BP തൽക്കാലം, എന്റെ കൊളസ്ട്രോൾ തൽക്കാലം, എന്റെ ഹാർട്ട് രോഗം തൽക്കാലം. എന്നാൽ 80 വയസ്സിൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചാലും വയസ്സില്ലാത്ത ലോകത്തിലേക്ക് ഞാൻ പോകാൻ പോകുക, ടൈമില്ലാത്ത കാലത്തിലേക്ക് ഞാൻ പോകാൻ പോകുക, നിത്യതയിലേക്ക് പോകാൻ പോകുക. അന്നിങ്ങനെ മോനെ, അന്ന് പ്രസംഗം അവിടെ ഇല്ല. സ്വർഗത്തിൽ എല്ലാവരും കൂടെ ചെന്ന് കഴിയുമ്പോൾ കർത്താവ് പറയുക, ചാണ്ടപ്പിള്ള ഫിലിപ്പ് ഇപ്പോൾ വരെ 30 മിനിറ്റ് നമ്മളോട് അവിടെ ഇല്ല. സ്വർഗത്തിൽ പ്രസംഗമില്ല, സ്വർഗത്തിൽ പ്രസംഗമില്ല. സ്വർഗത്തിൽ എന്തു മാത്രമേ ഉള്ളൂ? ആരാധന മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ആരാധന മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ചിത്രമാണ് വെളിപ്പാട് 5. നമുക്കൊന്നിച്ചു പറയാം. അവിടെ എന്താ പറയുന്നത്? കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നുമുള്ളവരെ നിനക്കായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മഹത്വവും ബഹുമാനവും തേജസ്സും ശക്തിയും ധനവും എന്ന് പറഞ്ഞ് കിരീടങ്ങളെ ആ പാദത്തിൽ ഇട്ടുകൊണ്ട് ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രത്യാശ പൂവണിയാൻ പോവുക. ഇന്ന് രാത്രി വരണമേ എന്നും പറഞ്ഞ് നമുക്ക് പോകാം. പോകരുതോ? അതോ ഇനി പെണ്ണിനെ കെട്ട് കണ്ടേച്ചു പോകാമെന്നാണോ? അയ്യോ, അവിടെ പോയി കുഞ്ഞാടിനെ കല്യാണം കഴിക്കാമെന്ന്. കുഞ്ഞാടിനെ കല്യാണം കഴിക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കാന്തയും എന്ത് ചെയ്തിരിക്കുന്നു? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പോകാം, ഇന്ന് രാത്രി നമുക്ക് പോകാം.
നാഥ, ഇന്ന് രാത്രിയിൽ അങ്ങ് വരണം. കണ്ണുനീരും വേദനയും ദുഃഖവുമുള്ള ഈ ലോകത്തിൽ നിന്ന് എനിക്ക് അങ്ങയുടെ അടുക്കലേക്ക് ചേർക്കപ്പെടണം. പാപം കൊടികുത്തി വാഴുന്ന ലോകത്തിൽ നിന്ന് എനിക്ക് ചേർക്കപ്പെടണം. ഒരു മിനിറ്റ് പോലും ഒരു വിശ്വാസിക്ക് കാലുകുത്താൻ കഴിയാത്ത അയോഗ്യമായ മ്ലേച്ഛതയുള്ള ലോകം, ഈ ലോകത്തിൽ നിന്ന് വേഗത്തിൽ നമുക്ക് ചേരാം. ആമേൻ, യേശുവേ വരണമേ എന്ന് പാടിക്കൊണ്ടു പോകാം. എന്നാൽ ഇന്ന് രാത്രി വരെയും ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കും. ഇന്ന് രാത്രി ക്രിസ്തു ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, എന്റെ ഹൃദയം ഞാൻ അവിടേക്ക് തരുന്നു. എനിക്ക് വേണ്ടി ജീവനെ തന്നവനെ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എന്റെ പാപങ്ങൾക്ക് പരിഹാരം അങ്ങയുടെ മരണത്താൽ സംഭവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ എന്റെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ തീരുമാനമെടുക്കുക. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവായി യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശുവേ വരേണം.